കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉണർന്നിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷ്യമാരി അയക്കേണം ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷ്യമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. വർഷത്തിലേക്ക് വിശുദ്ധ ആരാധനയിലൂടെ സംബന്ധിപ്പാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സൈമൺ സാർ കടന്നു വന്ന് ആമുഖ സന്ദേശം നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ നമുക്ക് ചേർന്നിരിക്കാം. അതിനായിട്ട് സൈമൺ സാറിനെ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നന്നായി കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലം 365 ദിവസം കർത്താവ് നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ, എൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവൻ തൻ്റെ മാലാഖമാരോട് കൽപ്പിച്ചിരുന്നതും. അതുകൊണ്ട് ഒരു വർഷം നമുക്ക് ആയുസ് നീട്ടിത്തന്ന് ഈ 2025 വർഷത്തിൻ്റെ അവസാന ദിവസത്തെ അവസാന മണിക്കൂറുകളിൽ അവസാന രാത്രിയിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക്, അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അഭയം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിട്ടുപോയ ഒത്തിരി പാപങ്ങളുണ്ടല്ലോ. നമ്മൾ വിട്ടുപോയ ഒത്തിരി പാപങ്ങളുണ്ടല്ലോ. ഏറ്റുപറയാൻ മറന്നുപോയതാകാം, മനഃപൂർവ്വമായി നമ്മൾ വിട്ടുകളഞ്ഞതാകാം. നമുക്കൊരു തോന്നലുണ്ടല്ലോ, ആരും കാണില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ലല്ലോ, ഞാൻ ചെയ്തതെല്ലാം രഹസ്യത്തിലാണല്ലോ, ഞാൻ ചിന്തിച്ചതെല്ലാം രഹസ്യത്തിലാണല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം രഹസ്യത്തിലാണല്ലോ, ഞാൻ പ്രവർത്തിച്ചതെല്ലാം രഹസ്യത്തിലാണല്ലോ, ആരും കാണുകയില്ലല്ലോ. എന്നാൽ സന്ധിമഞ്ചകളെ തുളച്ചു കയറുന്ന വചനത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന കർത്താവ് അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിയുന്ന സ്വർഗത്തിലെ നല്ല ദൈവം നമ്മളുടെ ചിന്തകളെ കണ്ടിട്ടുണ്ട്, നമ്മളുടെ പ്രവൃത്തികളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കാഴ്ചകളെ കണ്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലല്ലോ, അവൻ്റെ കണ്ണിന് മറവായി ഒന്നുമില്ലല്ലോ. സർവവും തെളിഞ്ഞും വ്യക്തമായും ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റുപറയാം. അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അപ്പാ അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ തെറ്റിപ്പോയി. അധൂർത്തുപുത്രനെ പോലെ നമുക്ക് പറയാം, അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയപ്പാ. നമുക്ക് ഏറ്റുപറയാം. ഇന്നൊരു അനുതാപത്തിൻ്റെ ദിവസമായിരിക്കട്ടെ, ഇന്നൊരു കൃപയുടെ ദിവസമായിരിക്കട്ടെ, ഒരു വിശ്വാസത്തിൻ്റെ പുതുക്കത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. ഇനിയും
നാളുകളേറെയില്ലല്ലോ പ്രിയൻ വരുവാൻ. അവൻ്റെ വരവിന് ദിനങ്ങൾ എണ്ണി 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 നാം കാതോർത്തിരിക്കണം, പ്രത്യാശയോടെ ഇരിക്കണം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, ഇതുവരെ വഴി നടത്തിയ വലിയ കൃപയ്ക്കാ നന്ദിയപ്പ. വരുന്ന ആളുകളിലും തിരുസന്നിധിയിൽ ചേർന്നിരിപ്പാൻ, അവിടുത്തെ പുനനാമ മഹത്വത്തിനായി അടിയനെ വിട്ടുതരുന്നപ്പ. പൂർണ്ണമായി പരിപൂർണമായി വിട്ടുതരുന്നപ്പ. എൻ്റെ കർത്താവേ, പൗലോസ് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യാൻ എനിക്കറിയാം, പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയല്ലോ ചെയ്തു പോകുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തിന്മയിൽ നിന്ന് വേർതിട്ട് നമുക്ക് ജീവിക്കാൻ അസാധ്യമാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവത്താൽ സകലവും സാധ്യം. ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ ഒരു നിമിഷം മൗനമായി ഒന്ന് പറഞ്ഞ് നിങ്ങൾ. ആരും കേൾക്കണ്ട. കർത്താവിനോട് പറഞ്ഞാൽ മതി. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളിച്ചത് കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള കർത്താവാ. അവനോട് നമുക്ക് ഏറ്റുപറയാം. സ്വകാര്യമായിട്ട് പറ അവൻ്റെ ചെവിയിൽ. അവൻ നമ്മുടെ ചാരത്ത് വന്ന് ചെവിയോർത്തിരിക്കുന്നുണ്ട്. അവൻ്റെ ചെവി പറ നിങ്ങൾ. അപ്പാ, ഞാൻ തെറ്റിപ്പോയി. സ്വർഗത്തോടും അവിടത്തോടും ഞാൻ പാപം ചെയ്തു പോയപ്പാ. ക്ഷമിക്കണമേ, പൊറുക്കണമേ, ഈ പാപിയോട് കരുണ കാണിക്കണമേ, കൃപയാകണമേ, മനസ്സലിയണമേ. താഴ്ത്തുന്നു, തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നപ്പ. പരിപൂർണമായി ഏഴയും പാപിയും പുഴുമാകുന്ന എളിയവനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പ, ഇന്ന് രാത്രി കാലം അവിടത്തേക്ക് ഹിതകരമല്ലാത്ത ഒരു വാക്കുപോലും ഈ പാപിയുടെ നാവിൽ നിന്ന് ഉരുത്തിരിയാൻ അവിടുന്ന് ഇടയാക്കരുത്. അവിടത്തേക്ക് വഴങ്ങുന്ന ആയുധമാക്കി ഈ പാപിയുടെ നാവിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. എൻ്റെ വചനം നിൻ്റെ നാവിലെടുപ്പാൻ ആർ നിനക്ക് അധികാരം തന്നു എന്നീ പാപിയോട് ചോദിക്കാൻ അവിടുന്ന് ഇടയാകരുതേ. പാപിയെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന ജനം അവിടുത്തേത്, സംസാരിക്കുന്ന പാപിയും ഈ പാപിയായവനും അവിടുത്തേതല്ലോ. അവിടുന്ന് വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലോ, നന്ദിയുടെ സ്തോത്രം. അനുഗ്രഹിച്ചുവല്ലോ, നന്ദിയുടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് പിന്നെയും മഹത്വമുണ്ടാകട്ടെ. ഞാനിങ്ങനെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 വാക്യങ്ങളാണ് എടുക്കുന്നത്. ഒന്ന്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. കൃപയാലല്ലോ, നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണ്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരും അതിനും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികൾ. അടുത്ത വാക്യം അല്ലല്ല, ഞാൻ 2 വാക്യങ്ങൾ എന്നാണ് പറഞ്ഞത്, 2 വേദഭാഗം. ആ വേദഭാഗത്തു നിന്നല്ല, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇവിടെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവൃത്തി എന്ന വാക്ക് വരാൻ ഭാഗത്തിന് ഞാൻ എടുക്കുന്നതാണ്. ആരും, ഇവിടെ 9-ാമത്തെ വാക്യം നമ്മൾ എന്താ വായിച്ചത്? ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, യോഗ്യമല്ല. അടുത്തത്, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം.
യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. കണ്ടോ, രണ്ടും കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുക. ഒരു സ്ഥലത്ത് പറയുന്നു പ്രവൃത്തികൾ യോഗ്യമല്ല, കാരണമല്ല എന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മറ്റൊരാൾ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു പ്രവൃത്തികൾ കാരണമല്ല, യോഗ്യമല്ല. യാക്കോബ് ശ്ലീഹ പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് സാമാന്യ മനുഷ്യന്, സാമാന്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ശരിക്കും സംശയം തോന്നാം. ഇതെങ്ങനെ ശരിയാവുക? ഒരാൾ പറയുന്നു പ്രവൃത്തികൾ കൊണ്ട് ഒരു പ്രയോജനമില്ല, വേറൊരാൾ പറയുന്നു പ്രവൃത്തിയില്ലാതെ നിങ്ങളുടെ വിശ്വാസം വെറുതെയാണ്, നിർജീവമാണ്, അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറയുന്നു. എന്തായിരിക്കാം? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. രണ്ടും രണ്ട് കോണ്ടസ്റ്റാണ്. ഒന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ അവിശ്വാസിയായ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവൻ ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷ പ്രാപിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പുറമേ നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലല്ല, പുറമേ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി ആളുകൾ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന്. ഞാനിങ്ങനെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. നമ്മളെല്ലാവരും ടാപ്പ് ഉപയോഗിച്ച് വെള്ളം എടുക്കുന്ന ആളുകളല്ലേ? ടാപ്പ് ഉപയോഗിച്ച് വെള്ളം എടുക്കുന്ന ആളുകളല്ലേ? ഈ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ടാപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. നമ്മളൊരു പാത്രത്തിൽ പിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചു. ഇനി ആ എടുത്ത വെള്ളം, ആ ടാപ്പിൽ നിന്ന് നമ്മൾ എടുത്ത വെള്ളം ആ ടാപ്പിൽ കൂടി ഒന്ന് മുകളിലേക്ക് കയറ്റാൻ പറ്റുമോ? എത്ര ശ്രമിച്ചാലും നമുക്ക് സാധിക്കില്ല, അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ഈ വെള്ളം ഇനി ഈ മുകളിലേക്ക് ടാങ്കിലേക്ക് എത്തിക്കണമെങ്കിൽ ഏത് ശക്തി കൊണ്ടാണോ ആ വെള്ളം ടാങ്കിലെത്തിയത്, അതേ ശക്തി ഉപയോഗപ്പെടുത്തിയാലേ ഈ വെള്ളം ടാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ആര് വേണം? ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം, ദൈവത്തിൻ്റെ ശക്തി തന്നെ വേണം, ദൈവത്തിൻ്റെ ദാനം തന്നെ വേണം. മനസ്സിലായില്ലേ? ഏത് ശക്തി കൊണ്ടാണോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, ഏത് ശക്തിയാൽ, ഏത് പവർ കൊണ്ടാണ്, ഏത് വ്യക്തിത്വം കൊണ്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു, അതേ വ്യക്തിത്വം കൊണ്ട് വേണം നമ്മുടെ രക്ഷ ഒരുക്കുവാൻ. അപ്പോൾ നമ്മളുടെ മിഥ്യാപ്രവൃത്തികൾ കൊണ്ട്, നമ്മളുടെ വ്യർത്ഥമായ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാണ്. മനസ്സിലായല്ലോ? അതാണ് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. അതൊക്കെ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാതെ അറിയാം. പാപം ചെയ്തതുകൊണ്ടാണ് രക്ഷയുടെ അനുഭവം വേണ്ടത്.
അല്ലേ? പാപം ചെയ്തു പോയതുകൊണ്ടാണ്, പാപം കടന്നു വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ജനിക്കുന്ന ശിശു മുതൽ മരണത്തിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന വയോവൃദ്ധൻ വരെ പാപത്തിൻ്റെ അധീനതയിലാണ്. ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗം 53-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ 2, 3, 4 വാക്യങ്ങളെടുത്ത് വായിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് ആ വേദഭാഗം തന്നെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും എടുത്ത് വായിച്ചു നോക്കി. ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗം 1-ാം അധ്യായത്തിൻ്റെ അവസാനം, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, അവിടെ മുതൽ വായിച്ചാൽ മതി. ഇന്ന് 53-ാം സങ്കീർത്തനം, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. താഴേക്ക് വായിച്ചു, താഴേക്ക് വായിക്കുക. എല്ലാവരും പിൻവാങ്ങി എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു. എല്ലാവരും പിൻവാങ്ങി പാപം ചെയ്ത് ഒരുപോലെ. അതിനകത്ത് ആരെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് കാണണ്ടോ? ഒരാളെപ്പോലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. കണ്ടോ? അപ്പം നമ്മുടെ പ്രവൃത്തി എങ്ങനെയുണ്ട്? ഈ പ്രവൃത്തിയെക്കുറിച്ചാണ്, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രവൃത്തികളും യോഗ്യമല്ല. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും യോഗ്യമല്ല. ഈ പാപം എന്താണെന്നൊക്കെ നമുക്കറിയാം. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നത് എന്താണോ അതാണ് പാപം. ദൈവത്തോടുള്ള ശത്രുത്വമാണ് പാപം. മനസ്സിലായല്ലോ? ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവം ഒരു രക്ഷയുടെ അനുഭവം ഒരുക്കി വെച്ചു. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം ആർക്കാപ്പോ? നമ്മുടെ കയ്യിലുണ്ട്. 3:16 കൂടി ഒന്ന് വായിച്ചാൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് അതിന് പറയണേ. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം, വേദപുസ്തകം തുറക്കാനുള്ള വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം ഒരുക്കി വെച്ചു, ദൈവം തന്നെ ഒരുക്കി വെച്ചു ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ. ദൈവം തന്നെ ഒരുക്കി വെച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏത് ശക്തിയാണോ ഇതിന് ഉപയോഗപ്പെടുത്തിയത്, അതേ ശക്തി തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം ഒരുക്കി വെച്ചു. അതാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു കാൽവരിയുടെ അത്യുന്നതങ്ങളിൽ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. തലച്ചോറ് കൊണ്ട് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടില്ല. ഹൃദയം കൊണ്ട് തന്നെ വിശ്വസിക്കണം. അതാണ് രക്ഷ. അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കുക. സമയം തീരാൻ പോകണല്ലോ, അതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗം ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രവൃത്തി. എന്ത് പ്രവൃത്തി? മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും അവൻ്റെ രക്ഷയ്ക്ക്, സ്വർഗീയ പ്രവേശനത്തിന് ഉതകുന്നതല്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇറ്റ്സ് എ ഗ്രേസ്. ഇറ്റ്സ് ഓൺലി എ ഗ്രേസ് ഫ്രം ദി ലോർഡ്. അതാണ്.
ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ വായിച്ചത്? ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 8:9 എഫേസ്യ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അപ്പം നമ്മൾ പാപം എന്താണെന്ന് മനസ്സിലായി, പാപത്തിൽ നിന്ന് വിടുതലിനുള്ള മാർഗം എന്താണെന്ന് മനസ്സിലായി. ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ കൃപ വേണം. ദൈവത്തിൻ്റെ കൃപയാണ്, കൃപ കൊണ്ടാണ് നമ്മൾ വിടുവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത്. ആ കൃപയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നീടുണ്ടാവുന്ന അവസ്ഥയാണ് വിശ്വാസം, ഫെയ്ത്ത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? വിശ്വാസം, ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ വിശ്വാസം. അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ, പുനരുത്ഥാനത്തെ. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ വിശ്വാസം നമ്മളിൽ കടന്നു വന്നാൽ, ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, കർത്താവ്, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കുക. ഞാനും എൻ്റെ ഭാര്യയും ഞാനും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടാതിന് കാണിക്കാൻ എനിക്ക് പറ്റുമോ? ഭാര്യയുടെ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭാര്യയും ഞാനും കൂടി ഒരുമിച്ചിരുന്നാൽ? മനസ്സിലായില്ല? ഭാര്യ എൻ്റെ കൂടെ ഇല്ലെങ്കിലാണ് എനിക്ക് വേണ്ടാതിന് കാണിക്കാൻ പറ്റുള്ളൂന്ന്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഒളിച്ചാണ് നമ്മൾ, എനിക്ക് എന്തെങ്കിലും വേണ്ടാതിന് കാണിക്കണമെങ്കിൽ ഭാര്യയെ ഒളിച്ചിട്ട് വേണം. ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടാതിന് കാണിക്കാൻ പറ്റില്ല എന്ന്. പാപം ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ടാത്ത വഴികളിലേക്ക് കടന്നു പോകാൻ എനിക്ക് സാധ്യമല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാനല്ല, പാപചിന്തകളിലേക്ക് പോകാൻ പോലും സാധ്യമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, സകല നന്മയും കർത്താവിൽ ചെന്ന് ചേരുന്നു, സകല നന്മയും കർത്താവിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് നന്മ ചെയ്തേ മതിയാകൂ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ നന്മ പ്രവൃത്തികളെ ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല. അല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്, കർത്താവ് കൂടെ ഇല്ലെങ്കിലത്തെ കാര്യമല്ല പറയുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഫെയ്ത്ത്, വിശ്വാസം നമ്മളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. കൂടെയുള്ള കർത്താവിനെ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് അരുതായ്മകളിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. യാക്കോബ് ശ്ലീഹ അതാ പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. കേട്ടോ? കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അങ്ങനെയാ അല്ലേ? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇനി എന്താ പ്രവൃത്തി?
എന്ത് പ്രവൃത്തിയാണ്, എന്ത് നന്മ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ നന്മ പ്രവൃത്തി. കർത്താവ് എന്തിനാ വന്നത്? കർത്താവ് എന്താ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? സാക്ഷികളാകുക. അത് തന്നെയാണ്, കർത്താവിൻ്റെ സാക്ഷികളാകുക. കർത്താവിൻ്റെ സാക്ഷികളാകണം നമ്മൾ. അതിൽ വലിയ വേറെ ഒരു പ്രവൃത്തിയില്ല. അതിനപ്പുറം മറ്റൊരു പ്രവൃത്തിയും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ സാക്ഷികളാകണം. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുക, ഇന്ന് ഇവിടെ വരുന്നത് വരെ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കണ്ടോ, ഇതാണ് പ്രശ്നം. ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അങ്ങനെ തന്നെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവം. എന്നെ നാണിക്കുന്നവനെ ഞാനും പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയോ? നാണിക്കുന്നവനെ ഞാനും നാണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റുപറയുന്നല്ല പറഞ്ഞേക്കുന്നത്. എന്നെ നാണിക്കുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയാൻ നാണിക്കും. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. കണ്ടോ, അപ്പോൾ സുവിശേഷം പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒരാളോടെങ്കിലും, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല. നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ അളവുകോലൊക്കെ ഒന്നും പറയാൻ നിവൃത്തിയില്ല, അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. അപ്പോൾ ഒരു ദിവസം ഒരാളോടെങ്കിലും, അവിശ്വാസിയായ ഒരാളോട്, ക്രിസ്ത്യാനികളോട് പറയാൻ ഞാൻ പറയില്ല, അവന് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ക്രിസ്ത്യാനിയായിട്ട് മാമോദിസം മുങ്ങിയിട്ട് അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവിശ്വാസിയായിട്ട് കഴിയുന്നെങ്കിൽ അത് അവൻ്റെ വിധി എന്ന് വിചാരിച്ചേക്കുക. ഞാൻ പറയുന്നത്, അവിശ്വാസിയായ ഒരാളോടെങ്കിലും ഒരു ദിവസം നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഈ കർത്താവിനെക്കുറിച്ച്, ഈ കർത്താവിൻ്റെ നന്മ അനുഭവിച്ചിട്ട്, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിട്ട് ഒരാളോടെങ്കിലും നമുക്ക് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അങ്ങനെ തന്നെ ഒരാൾ, ഒരു വളരെ ബുദ്ധിമുട്ടിൽ, ഒരു വളരെ പ്രയാസത്തിലൊരു മനുഷ്യൻ വന്ന് സങ്കടത്തോടെ നിങ്ങളുടെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പോൾ നിങ്ങൾ അവനോട് സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞാൽ മതിയോ? കണ്ടെത്തണം. സമാധാനം കൊടുക്കാനുള്ള മാർഗം നാം കണ്ടെത്തണം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയപ്പോൾ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. കർത്താവിനറിയില്ലേ അവരുടെ കയ്യിലൊന്നുമില്ലാന്നറിയില്ലേ? എന്നിട്ടും കർത്താവ് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തേ മതിയാകൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഞാൻ പറയുന്ന നിർബന്ധം എൻ്റെ മേൽ. എൻ്റെ മേൽ എന്നുള്ളത് നമ്മുടെ മേൽ. നമുക്കൊന്ന് തിരുത്തി പറഞ്ഞാൽ എന്താ കുഴപ്പം? നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. സുവിശേഷം പറയുക എന്ന നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. അവസാനിപ്പിക്കുക. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. സമയം കഴിഞ്ഞു. ഒരു വാക്കുകൂടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രവൃത്തികൾ യോഗ്യമല്ല, കാരണമല്ല. പ്രവൃത്തികൾ കാരണമല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തി പോരാ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെ വേണം. മറ്റൊന്ന്, വിശ്വാസം വന്നാൽ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ്
സുവിശേഷം അറിയിക്കാനാണ് വന്നത്. ആ സുവിശേഷം നാം മറ്റുള്ളവരോട് പറയണം. ആ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് നിർജീവം എന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെച്ചത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. കണ്ണുകടയ്ക്ക് ഒരു വാക്കുകൂടി. കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവേ, വ്യക്തമായി ശക്തമായി അവിടുന്ന് ഇന്ന് സംസാരിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. ഈ ഭാവിയെ അവിടുന്ന് ഉപയോഗപ്പെടുത്തിയതിനായി നന്ദിയുടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമുഖ സന്ദേശം തന്ന് നമ്മെ അനുഗ്രഹിച്ച ഇത്രയും ബഹുമാനപ്പെട്ട സൈമൺ സാറ് ഈ സെൻറ്റ് ജോൺസ് മിഷൻ്റെ മിഷണറിയാണ്, സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. സാറിനോടുള്ളതായ നന്ദി നന്നായി കരങ്ങളടിച്ച് ദൈവനാമത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. പ്രൈസലോ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് മെയിൻ മെസ്സേജ് തരാനായിട്ട് കടന്നു വരുന്നത് ഇത്രയും ബഹുമാനപ്പെട്ട ബൈജു കുന്നയ്ക്കാലാണ്. കഴിഞ്ഞ ശനിയാഴ്ച കടന്നു വന്ന് നമുക്ക് ആവശ്യമായ വചനം തന്ന് നമ്മെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട കർത്തൃദാസനാണ്. പ്രിയപ്പെട്ടവൻ യാത്രയിലാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ചേർന്നിരിക്കാം. ഒരു വാക്യം വേഗം വായിച്ച് ഒരു ചിന്ത നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെച്ച് ഞാൻ പ്രിയപ്പെട്ട കർത്തൃദാസൻ കടന്നു വരും. ആ സമയത്ത് മൈക്ക് കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം. കേൾപ്പിച്ച നല്ല വചനത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ജഡവും പ്രശംസിപ്പാനായിട്ട് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല എന്നുള്ളതായ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനിലൂടെ നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നു. ആ കൃപയാൽ രക്ഷിക്കപ്പെട്ടതായ വിശ്വാസം മൂലം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതായിരിക്കുന്ന ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ഈ ആലയത്തിൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്ന് വായിച്ചു കേട്ടതായിരിക്കുന്ന തിരുവചന ഭാഗത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ച വാക്യത്തെ ദൈവം ഏറ്റെടുക്കട്ടെ. ആ വചനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന ദൈവം പകർന്നു തരേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഈ ഡിസംബർ മാസം 31-ാം തീയതി രാത്രി വരെ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ, ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗദുഃഖങ്ങളിൽ നിന്ന്, നമ്മുടെ ഭാരപ്രയാസങ്ങളിൽ നിന്ന് എല്ലാം നമ്മെ വിടുവിച്ചു. നമ്മുടെ സമപ്രായക്കാർ നമ്മെ വിട്ട് കടന്നുപോയി, നമ്മുടെ പ്രായത്തിൽ കൂടിയവർ നമ്മെ വിട്ട് കടന്നുപോയി, നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞവർ നമ്മെ വിട്ട് കടന്നുപോയി. നമുക്ക് വന്ന അതേ രോഗം മുഖാന്തരം കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് പെട്ടുപോയപ്പോ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാണപ്രിയന്റെ പാദപീഠത്തിൽ ഇങ്ങനെ ചേർന്നിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഹല്ലേലൂയ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ആയുസ് ബാക്കി വെച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അല്പസമയം നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. വായിച്ച വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന നീ ഉയരത്തിൽ നിന്ന് പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിയനെ ക്രൂശിന്റെ മറവിൽ മറച്ചാട്ടെ. യോഗ്യതയോ ശ്രേഷ്ഠതയോ ഒന്നും പറയാനായിട്ടില്ല. ഇന്ന് രാത്രി അടിയൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അത് നിന്റെ കൃപ ഒന്നു മാത്രമാണ് കർത്താവേ. ഇന്ന് രാത്രി അവിടുത്തെ നാമം ഉയരപ്പെടണമേ. നീയോ ഉയരണം ഹല്ലേലൂയ, നീയോ വളരണം ഹല്ലേലൂയ, ഞാനോ കുറയണം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാരാത്രി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സെന്റ് ജോൺസ് മിഷനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി, പ്രവർത്തകർക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. വചനമായി കടന്നു വരുന്ന നിന്റെ ദാസനെ കർത്താവേ നീ അഭിഷേകത്തോടെ ആമേൻ തക്ക സമയത്ത് കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം നിന്റെ ദാസനിലൂടെ നീ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം, ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. മാനം മഹത്വം അങ്ങേക്കിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. അത്യുന്നതനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരികയാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ് ഇന്ന്
രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി നാം വായിച്ചു കേട്ടത്. ഹഗായി പ്രവാചകൻ മുഖാന്തരം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതായ പ്രിയമുള്ളവരെ BC 520 കാലഘട്ടങ്ങളിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് യെരൂശലേമിൽ താമസമാക്കിയ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ഹഗായി പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ നിന്നൊക്കെ കണ്ണെടുത്ത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കാനായിട്ടിടയാകണം. ഉറക്കം തൂങ്ങിയിരിക്കുന്നവരും ധ്യാനിക്കുന്നവരും ഒക്കെ ഒന്ന് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിപ്പാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഹഗായി പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇന്നു മുതൽ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ മുന്നിലേക്ക് ദൃഷ്ടി വെക്കണം, പുറകിലേക്ക് നോക്കാനല്ല ദൈവത്തിന്റെ വചനത്തിലൂടെ പറഞ്ഞത്. മറിച്ച് ഇന്ന് രാത്രി 2021 നവംബർ 25 ഡിസംബർ മാസം 31 തീയതി കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കുന്ന ദൈവജനത്തെ നോക്കിക്കൊണ്ട് ഹഗായി പ്രവാചകൻ പറയുകയാണ്, ഇന്നലകളിലേക്കല്ല മറിച്ച് ഇന്നു മുതൽ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്കാനായിട്ട് അവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇന്നലത്തെ കുറിച്ച് ഓർക്കാൻ പറയാത്തത്? അതിന്റെ ഒരു കാരണമുണ്ട്. അതിന്റെ 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ പ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിച്ച് ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ വളരെ വിതച്ചിട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, അല്പം മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, നിങ്ങൾക്ക് ആർക്കും വിശപ്പ് മാറുന്നില്ല. പിന്നെ പാനം ചെയ്തിട്ടും നിങ്ങൾ ആരും പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, നിങ്ങൾക്ക് ആർക്കും ഒരു തൃപ്തി വരുന്നില്ല. പിന്നെ വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. പിന്നെ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങിയിടുകയാണ്. ദൈവനാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശാന്തമായി ചിന്തിക്കണം പ്രിയമുള്ളവരെ. BC 520 കാലഘട്ടങ്ങളിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതായ ദൈവത്തിന്റെ ജനത്തെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ വളരെ ഭക്ഷിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ല, നിങ്ങൾ പാനം ചെയ്തിട്ടും നിങ്ങൾക്ക് ദാഹം മാറുന്നില്ല, നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും കുളിർ മാറുന്നില്ല. മാത്രമല്ല നിങ്ങൾ കൂലി മേടിച്ചിടുന്നത് എവിടെയാണ് ഇടുന്നത്? ഓട്ടസഞ്ചിയിൽ കൂലി മേടിച്ചിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കുന്നുണ്ട്, കൂലി കിട്ടുന്നുണ്ട്, ഒത്തിരി സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ചെടി നേരം കൊണ്ട് തീർന്നു പോകുകയാണ്. ഇന്ന് ദാരിദ്ര്യം മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അതൊന്നുകൂടെ മനസ്സിലാക്കാൻ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2-ാം അധ്യായം 16-ാം വാക്യം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ 16-ാം വാക്യം 2:16. അക്കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ കാലത്ത് ഒരുവൻ 20 പറ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന 20 പറ ഗോതമ്പ് കൂട്ടിയിരിക്കുന്ന ഒരു കൂമ്പാരത്തിലേക്ക് അളക്കാനായിട്ട് അവൻ അളവ് പാത്രമായിട്ട് കടന്നു ചെല്ലുകയാ. ഇവിടെ ശ്രദ്ധിച്ച് മറ്റുള്ളൊരു വേദപുസ്തകം കണ്ണെടുത്ത് ഒരാളത് വായിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോഴത് മനസ്സിലാകത്തുള്ളൂ. ഹഗായി പ്രവാചകൻ പറയുകയാ, നമ്മള് കൊയ്ത് പതപ്പ് കൂട്ടിയിടും. ഇല്ലേ? മിണ്ടൂല്ല. ഉറങ്ങിപ്പോയോ നിങ്ങള്? മിണ്ടൂല്ല. ഉറങ്ങിപ്പോയോ? നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്ത്, ഇപ്പൊ പിന്നെ കൊയ്ത്തും മെതിയൊന്നും ഇല്ലല്ലോ. പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അറിയാം, കൊയ്ത് പ്രിയമുള്ളവരെ തല്ലി മെതിച്ച് അതിങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഉടമസ്ഥൻ വരും, കൊട്ടയുമായിട്ട് വരും. ചെറിയ തൊട്ടിയും വലിയ തൊട്ടിയും ഒക്കെ ഉണ്ട്. നെല്ല് കൂട്ടിയിട്ടേക്കണ കണ്ടിട്ട് അതിനുണ്ട് പറ കൊണ്ട് ഈ തൊട്ടിക്കകത്ത് കോരിയെടുത്ത് അതിങ്ങനെ പദം പളക്കും. 5 അളന്നിട്ട് അല്ലെങ്കിൽ 4 അളന്നിട്ട് ഒരു പതമ്പ് കൊയ്യുന്നവന് കൊടുക്കും. ഈ 4 അളന്നു കഴിഞ്ഞ് ഇതിങ്ങനെ
ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അപ്പൊ ഉടമസ്ഥന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഞാനിത് അളന്നു കൂട്ടിയത് 4 വീണ്ടും വീണ്ടും അളന്ന് ആ മനുഷ്യൻ കൂട്ടിയിടും. അവന്റെ മനസ്സിലൊരു കണക്കുണ്ട്, ഇത്ര പറ നെല്ല് ഈ ആമേൻ കൂട്ടിയിട്ടിട്ടുണ്ട്. എത്രയാ കൂട്ടിയിട്ടേക്കുന്നത്? അവിടെ പറയുക, ഒരുത്തൻ 20 പറ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നിടത്തേക്ക് അളക്കാനായിട്ട് അവൻ പാത്രമായി വരികയാ. പക്ഷേ അവന് കിട്ടുന്ന അളവ് എത്രയാണ്? വായിച്ചേ, 20 പറ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് നിന്ന് അളക്കാൻ കടന്നു വരുമ്പോ അവന് കിട്ടുന്നത് 10 മാത്രമേ കിട്ടുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, പണിയെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം 1000 രൂപ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാ. എത്ര രൂപ? മിണ്ടൂല്ല, പറഞ്ഞേ എത്ര രൂപ? രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ, അല്ലെങ്കിൽ ആമേൻ പ്രിയമുള്ളവരെ അത് എടുക്കാനായിട്ട് ചെന്നപ്പോ ഈ ആമേൻ എത്രയാ ഉള്ളത്? 500 ഉള്ളൂ. 500 എങ്ങോട്ട് പോയി? എവിടെ പോയെന്ന് ആർക്കും മിണ്ടൂല്ല. ആർക്കും ഇന്ന് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഇന്നലെയൊക്കെ പണിയെടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചതാ. ഈ ആഴ്ച എല്ലാ ദിവസവും എൻ്റെ കൂട്ടുകാർ പണിയുന്നവർ പറയാറുണ്ട്, കൂടെ പണിയുന്നവര്, എൻ്റെ പൊന്നു പ്രതിബന്ധി ചേട്ടാ ഈ ആഴ്ച എല്ലാ ദിവസവും പണിതതാ, പക്ഷെ തിങ്കളാഴ്ച ആയിപ്പോ 10 പൈസ 10 പൈസ. റോയ്സാറൊക്കെയാണ് പറയും 30-ാം തീയതി ശമ്പളം കിട്ടിയതാ, 10-ാം തീയതി ആയപ്പോഴേക്കും. റോയ്സാറിന് ക്ഷമിക്കണോട്ടോ, റോയ്സാറിനെ കുറിച്ചല്ല പറഞ്ഞത്, ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശാന്തമായി ചിന്തിച്ച് എവിടെ പോയി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. 2025 ജനുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധി ആരാധന പങ്കെടുത്ത് കടന്നുപോയ ദൈവത്തിന്റെ ജനമേ, ഈ രാത്രി ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്ക്. ആമേൻ പ്രിയമുള്ളവരെ, കൂട്ടിവെച്ചത് ജീവിതത്തിനകത്ത് ഉപകരിച്ചിട്ടില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം പറയുക, ഇന്നു മുതൽ നീ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തേക്ക് നോക്കാനല്ല. കാരണം എന്താണ്? അവർക്കത് കൂട്ടിവെച്ചിട്ട് ലഭിക്കാതെ പോയത് അവർ ദൈവത്തിന്റെ വചനത്തെ മറുതലിച്ചതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹഗായി പ്രവാചകൻ പറയുക, ഇന്നു മുതൽ നിങ്ങൾ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്കണം. 2025 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി ഞാനും നിങ്ങൾ ഇവിടെ ചേർന്ന് വന്നിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിക്കണം. ഇന്നലെ വരെ ജീവിതത്തിനകത്ത് കടന്നു വന്ന പാപങ്ങളെ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ കുറവുകളെ, ജീവിതത്തിന്റെ ബലഹീനതകളെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടെ എൻ്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ, എൻ്റെ ജീവിതത്തിന്റെ കുറവുകളെ പരിഹരിപ്പാൻ എൻ്റെ യേശു മതിയായവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ, ഇന്നു മുതൽ അവൻ നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ കഷ്ടത്തിലായിരുന്നെങ്കിൽ, ഇന്നലെ വരെ സങ്കടത്തിലായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ആടിവരയിട്ട് പറയുക, ഇന്നു മുതൽ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇന്നിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്താ ഇന്നെന്ന് പറഞ്ഞാൽ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ആമേൻ പ്രിയമുള്ളവരെ, ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വേഗം എടുത്ത് വായിച്ച്, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ദാര്യാവേശിന്റെ 2-ാം ആണ്ട്, ദാര്യാവേശിന്റെ 2-ാമത്തെ ആണ്ടിൽ 9-ാം മാസം 24-ാം തീയതി ഹഗായി പ്രവാചകന് അരുളപ്പാടുണ്ടായി. മതി, ദൈവത്തിന്റെ അരുളപ്പാട് നിനക്ക് ലഭിച്ച ദിവസം ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ട് ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ ദിവസം മുതൽ ഇന്നോട്ടേക്ക് ദൃഷ്ടിവെച്ചാൽ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളെ കുറിച്ചല്ല, യേശുവിന്റെ രക്ഷകനും നാഥനുമായി ദൈവത്തിന്റെ അരുളപ്പാട് വചന ശുശ്രൂഷയിലൂടെ എവിടെ വെച്ചെന്നറിയത്തില്ല. ഒരുപക്ഷെ ഇവിടെ വെച്ചായിരിക്കാം, വേറൊരു കൺവെൻഷൻ പന്തലിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ 5 ദിവസത്തെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിലായിരിക്കാം. എവിടെ വെച്ചെങ്കിലോ ദൈവത്തിന്റെ അരുളപ്പാട് നിന്റെ കർണപുടത്തിൽ അടിച്ചാൽ, ആ വെള്ളപ്പാട് നീ ഏറ്റെടുത്താൽ അന്നു മുതൽ നിന്റെ ജീവിതം മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ ജീവിതം മാറാത്തെന്നറിയാമോ? എന്റെ പഴയ കഷ്ടപ്പാടിൽ ഇന്നും കിടക്കുന്നതെന്നറിയാമോ? എന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് മാറാത്തതെന്നറിയാമോ? ദൈവം സംസാരിച്ചിട്ടും
ദൈവത്തിന്റെ ആത്മാവ് വിവേചിച്ചു തന്നിട്ടും ആ വചനം ഏറ്റെടുക്കാത്തത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വചനം ഏറ്റെടുക്കണം. സാറ് പറഞ്ഞല്ലോ, കൃപയാൽ വിശ്വാസം മൂലമാ രക്ഷിക്കപ്പെടുന്നത്, അല്ലാതെ പാപമേ പ്രിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടോ അല്ല ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. അവന്റെ ഹൃദയത്തിനകത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ലോകത്തിൽ വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് അവന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിച്ചാൽ ആ നിമിഷം സ്വർഗത്തിലെ ദൈവം നിനക്ക് രക്ഷ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രക്ഷ നീ ഏറ്റെടുത്താൽ, ഹഗായി പ്രവാചകൻ പറയുകയാ, ആ രക്ഷ ഏറ്റെടുക്കുന്ന ദിവസം മുതൽ നിന്റെ ലെവല് മാറാൻ പോകുകയാ, നിന്റെ ലെവല് മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ TV-യിൽ ഞാനൊരു പ്രോഗ്രാം കണ്ടു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ശ്രീകണ്ഠൻ നായരാന്ന് എനിക്ക് തോന്നുന്നു ആ പ്രോഗ്രാം നടത്തിയ ആള്. അദ്ദേഹം അതിങ്ങനെ പ്രോഗ്രാം നടത്തിയ അവസാനം പറഞ്ഞു, 2ാമത്തെ ലെവലിലേക്ക് പോകട്ടെ എന്ന്. നിങ്ങൾ കണ്ടത് ഓർക്കണോ? അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കണില്ല. അപ്പോൾ ആ സാധനം അങ്ങനെ കറങ്ങി 2ാമത്തെ ലെവലിലേക്ക് ആ മനുഷ്യൻ പോകും. അങ്ങനെ 3, 4, 5 ലെവലിലേക്ക് പോകും. നോമേൽ ചോദ്യ കോടീശ്വരൻ എന്ന ആ ചോദ്യം അതാ, ഉത്തരം അതല്ലെങ്കിൽ ആ പ്രോഗ്രാം അതല്ല, പക്ഷേ ലെവൽ 3ലേക്ക് പോകാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പോകുന്ന ഒരു പ്രോഗ്രാം കണ്ടു ഞാൻ. പ്രിയമുള്ളവരെ, ഞാനിത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അതാ. നമ്മൾ ഈ ദൂത് ഏറ്റെടുത്താൽ, യേശു നിനക്ക് ലഭിച്ച ദർശനം ഏറ്റെടുത്താൽ, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറാൻ പോകുകയാ. ഇന്ന് മനുഷ്യൻ ഈ ദൂതറ്റെടുക്കാതെ ലോകം മുഴുവനും ഓടിക്കൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് രക്ഷയെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാറുണ്ട്, കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓടും. എന്തിനാണെന്നറിയാമോ? മനുഷ്യൻ രക്ഷ പ്രാപിപ്പാൻ. ഇവിടെ പ്രസംഗിക്കുന്ന അതേ ക്രിസ്തുവിനെ തന്നെയാ അവിടെയും. പറ, ഇവിടെ കിട്ടാത്ത രക്ഷ അവിടെയും ഉണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറ, ഹല്ലേലൂയ. ഹഗായി പ്രവാചകൻ പറയും, ഇന്നു മുതൽ നീ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. ഒന്ന്, യഹോവയുടെ അരുളപ്പാട് നിനക്ക് ലഭിച്ച ദിവസം മുതൽ നീ മുന്നോട്ടേക്ക് ദൃഷ്ടി വെക്ക്. പ്രിയമുള്ളവരെ, കൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 24 വർഷം 25 വർഷം മുമ്പ് ഇതുപോലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കൊച്ചു കൂട്ടായ്മയിൽ ഈ പാവപ്പെട്ട് ഞാൻ പോയിരുന്നതാ. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഭാര്യനോട് പറഞ്ഞു, അച്ചായ 2 മക്കളെ കൊണ്ടാ പോണത്, അതുങ്ങളെ ഒന്ന് എടുത്തോണ്ട് വരാനായിട്ടെങ്കിലും ഒന്ന് വരാമോ എന്ന് ചോദിച്ച് ഞാൻ ആ കൂട്ടായ്മയിൽ ആരും എന്നെ കാണാതിരിക്കാൻ അതിന്റെ ഏറ്റവും പുറകിൽ ഒരു തേക്കിന്റെ ചുവട്ടിൽ, പ്രിയമുള്ളവരെ, അരിക്ലാമ്പുകൾക്ക് അല്ലെങ്കിൽ പെട്രോൾ മാക്സിന്റെ വെട്ടം എന്റെ മുഖത്തടിക്കാതെ ആരും എന്നെ കാണാതിരുന്നതാ. അന്ന് രാത്രി എന്നെ മലയാളം പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ, ഹല്ലേലൂയ, അദ്ദേഹം സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ വണ്ടി മറിഞ്ഞ് ഒരു കട്ടറിൽ ചാടി അതിനകത്തുണ്ടായിരുന്ന പൈസ മുഴുവനും അതിലെ ചാടിപ്പോയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു എടുത്തോണ്ട് വരാൻ. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കൊച്ചു ബ്രാൻഡി കുപ്പി, ചാരായ കുപ്പി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞടാ, കുപ്പിച്ചില്ല് ഉണ്ടാവും അതിനകത്ത്, നോക്കണോട്ടോന്ന്. അപ്പൊ ഞാൻ ആ സാറിനോട് പറഞ്ഞു, റോട്ടിലെങ്ങനെയാ സാറേ കുപ്പിച്ചില്ല് വന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ നീ പോയി പരിശോധിക്കണം, കുട്ടിപ്പിച്ചില്ല് കയറാതെ ആദ്യം അത് എടുത്തു കളയണം. ഞാൻ ചെന്ന് കുപ്പിച്ചില്ല് നോക്കിയപ്പോൾ ഇത്രയും നീളമുള്ള കൊച്ചു കുപ്പിയുടെ കുപ്പി പൊട്ടിയതാ. നല്ല മണം ആ വെള്ളത്തിനകത്ത്. ചാരായം ഉണ്ടായിരുന്ന കാണാം. എനിക്ക് ഒത്തിരി പരിചയമുള്ള, എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരു സാറാ അന്നവിടെ പ്രസംഗിച്ചത്. ആ മനുഷ്യൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വർഗം നരകം. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഞാൻ ആ വചനം കേട്ട അരുളപ്പാട് എന്നോട് പറഞ്ഞ അരുളപ്പാട് അന്ന് രാത്രി ഏറ്റെടുത്തു. ആ ബെഞ്ചിൽ നിന്ന് പൂഴിമണ്ണിലേക്ക് മുട്ടുമടക്കി ഞാൻ എന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ സാറ് പ്രസംഗിക്കുന്ന നരകത്തിൽ എനിക്ക് പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. അന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ അരുളപ്പാട് ഏറ്റെടുത്തി. അന്നു മുതൽ എന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ, ഇന്ന് രാത്രി, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അനുഗ്രഹിക്കാൻ യേശുവിന്റെ നടുവിലുണ്ട്.
ഇന്നു മുതൽ നിന്റെ ദൃഷ്ടി മുന്നോട്ട് വെക്കണം. കാരണം ഇന്ന് നിനക്ക് കേൾക്കുന്ന അരുളപ്പാടുകൾ അത് ഏറ്റെടുക്കണം. വെറുതെ വന്നിരുന്നേച്ച് ഞാനും ഓൺലൈറ്റിന് പോയി എന്ന് പറയാനല്ല, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയാനല്ല, മറിച്ച് ഇവിടെ കേൾക്കുന്ന അരുളപ്പാടുകൾ നീ ഏറ്റെടുത്താൽ നീ കുറിച്ചു വെച്ചോ, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ഗതി മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. 2025 കഷ്ടതയുടെ ദിനമായിരുന്നെങ്കിൽ ഇന്ന് നീ ദുരളപ്പാട് ഏറ്റെടുത്താൽ, ഈ അരുളപ്പാട് നീ ഏറ്റെടുത്താൽ, ഈ വചനം നീ ഏറ്റെടുത്താൽ, ഹല്ലേലൂയ, നിന്റെ ഗതി മാറാൻ പോകുക. 1, ഈ അരുളപ്പാട് ലഭിച്ച ദിവസം. 2, വായിച്ച് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വേഗമൊന്ന് ചേർന്ന് വായിച്ച്. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വായിക്കുക. 2-ന് വേഗം. നിങ്ങൾ ഇന്ന് തൊട്ട് മുന്നോട്ട് ദൃഷ്ടി വെക്കുവിൻ. പിന്നെ 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങി ആ കാലത്തിലേക്ക് നിങ്ങൾ ദൃഷ്ടി വെക്കണം. മതി. അവിടെ ദൈവത്തിന്റെ വചനം പറയുക. ഇന്നു മുതൽ നിങ്ങളുടെ സമയം മാറാൻ പോകുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുക. ഇന്നലത്തെ മാതിരിയല്ല, നാളെ മുതൽ അല്ല, ഈ രാത്രി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാൻ പോകുക. നാളുകളായി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന, നാളുകളായി ദൈവസന്നിധിയിൽ അഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം തരാൻ പോകുക. എന്താ കാരണം? 1, ദൈവത്തിന്റെ അരുളപ്പാട് നീ സ്വീകരിച്ചാൽ ആ നിമിഷം മുതൽ നിന്റെ ജീവിതം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, ദൈവത്തിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ട ദിവസത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലയം, ദൈവാലയത്തിന് 2 ഉദ്ദേശമാണുള്ളത്. 1, ദൈവാലയത്തിന് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് യെരൂശലേം ദേവാലയം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1, യെരൂശലേം ദേവാലയം ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ശലോമോൻ രാജാവ് പണികഴിപ്പിച്ച ദൈവത്തിന്റെ ആലയം. 2 ദിനവൃത്താന്ത പുസ്തകം എടുക്കണ്ട, 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആലയം ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചപ്പോ ദൈവത്തിന്റെ തേജസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവാലയത്തെ പുകകൊണ്ട് മൂടിയെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പോൾ യെരൂശലേം ദേവാലയം ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാൽ ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം ഒന്ന് പഠിക്കുമ്പോൾ അതിന്റെ പ്രിയമുള്ളവരെ, അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. പിന്നെ അതെന്തുകൊണ്ട് എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്റെ ആലയം ശൂന്യമായി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രിയമുള്ളവരെ, ദൈവം അവരുടെ ആ വീട്ടിൽ നിന്ന് അത് ഊതിക്കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്നു പറഞ്ഞേ ഹല്ലേലൂയ. അതിന് 4-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിച്ചേ. 4-ാം വാക്യം കൂടെ. ഈ ആലയം ശൂന്യമായിരിക്കെ, ഈ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? മതി. യെരൂശലേം ദേവാലയം ചിതറിച്ചു കളഞ്ഞപ്പോ, അതിന്റെ മതിലുകൾ ചുട്ടരിച്ചും വാതിലുകൾ വെന്തും ആ ദൈവാലയം പൊളിച്ചു കളഞ്ഞു കിടക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ പാർപ്പാൻ കാലമായോ? ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുകയാ. ഇവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം അത് പൊളിച്ചു കളഞ്ഞു. അതിനകത്ത് മ്ലേച്ഛമായിരിക്കുന്ന കാര്യങ്ങൾ ആ ദൈവാലയത്തിൽ നടത്തപ്പെട്ടു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ കൊണ്ടുവന്ന് ബാബേൽ രാജാവ്, ബെൽശസ്സർ രാജാവും അവന്റെ ഭാര്യയും വെപ്പാട്ടികളും ആ പാത്രത്തിൽ വീഞ്ഞു കുടിച്ച് അതിനെ മലിനമാക്കിയപ്പോ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ശാന്തമായി ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. ദൈവത്തിന്റെ വചനം കേട്ട് കർത്താവിനെ രക്ഷകനും ആദനുമായി സ്വീകരിച്ചപ്പോ
ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറ ഹല്ലേലൂയ. എന്നാൽ പാപം ചെയ്തപ്പോ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ശാന്തമായി ചിന്തിച്ചേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനം കേട്ട് കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ട് യേശുവിന് രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ഭവനത്തിൽ കടന്നു വന്നപ്പോ ജീവിതം ഒത്തിരി പുഷ്ടിപ്പെട്ടതാ, ജീവിതം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടതാ. എന്നാൽ ഹല്ലേലൂയ, പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോ, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരംഭിച്ചപ്പോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഞാൻ ഊതിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഞാൻ ഊതിക്കളഞ്ഞു. ഇന്ന് ജീവിതത്തിനകത്തൊന്നുമില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ബ്രദറെ, ഒരു രക്ഷയില്ല, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. എന്റെ കുടുംബത്തിനകത്ത് സന്തോഷമില്ലാത്തത്? അവിടെ ദൈവം പറയുക, ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോ, ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോ, അതിനകത്ത് മ്ലേച്ഛതകൾ കുടികൊത്തി പറയട്ടെ പ്രിയരെ, നീ എന്തൊക്കെ പ്രവർത്തിച്ചാലും കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഹാഗായി പറഞ്ഞത്, ദൈവത്തിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ട സമയത്തേക്കൊന്ന് തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? മിണ്ടൂല അല്ലേ? രക്ഷിക്കപ്പെട്ടോന്ന് ഇപ്പൊ എങ്ങനെ അറിയണില്ലേ? രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അന്നൊക്കെ ഒത്തിരി ഉത്സാഹമായിരുന്നു. എവിടെയൊക്കെയാണോ യോഗമുള്ളത് അങ്ങോട്ടൊക്കെ ഓടാൻ മിണ്ടൂല്ല. ഓടാൻ ഒന്ന് പറഞ്ഞേ. ഞാൻ ഓർക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ എവിടെയൊക്കെയാ കൂട്ടായ്മയുള്ളതെന്ന് ആദ്യം അന്വേഷിച്ചത് അതാ. എന്നിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് വീട്ടിൽ വന്ന് പിന്നെ ഒരു കൊച്ചു സൈക്കിളാണുള്ളത് അടുത്ത പ്രദേശത്തൊക്കെ പോകാൻ. അത് മറ്റവരുടെ വീട്ടിൽ നിന്ന് ദാനം കിട്ടിയ ഒരു സൈക്കിള്. പ്രിയമുള്ളവരെ, ആ സൈക്കിളാണ് കയ്യിലുള്ളത്. വീട്ടിൽ നിന്ന് യോമ്യനൊന്ന് പണി കഴിഞ്ഞ 7 മണിക്കാണ് വീട്ടിൽ 6:45 6:50 സെൻറ് ജോർജ് ബസ് പാണൻകുഴി വന്ന് നിൽക്കുമ്പോൾ, പാണൻകുഴി വന്ന് നിന്നേച്ച് പിന്നെ ഒരു ഒറ്റ ഓട്ടാ. വീട്ടിൽ വന്ന വഴിയാ ഷർട്ട് വീടിൻ്റെ പടിക്കലെത്തുമ്പോഴേക്കും ഊരിക്കളഞ്ഞ് പെട്ടെന്ന് ഒരു ഗ്ലാസ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളമെടുത്ത് തലയ്ക്ക് വീതം കമത്തിയേച്ച് സൈക്കിളൊക്കെ ഒരു ഓടുക. എന്തിനാണെന്നറിയാമോ? കൂട്ടായ്മയ്ക്ക് പോകാനായിട്ട്. അന്നൊക്കെ വലിയ ഉത്സാഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുറെ നാളുകളൊക്കെ പിന്നിട്ടപ്പോ ഇന്ന് അത്ര വലിയ ഉത്സാഹമൊന്നും 8 മണിക്ക് വരാൻ പറഞ്ഞ മിണ്ടൂല്ലേ? 8 മണിക്ക് വരാൻ പറഞ്ഞ 9 മണിക്കാ വരുള്ളൂ. പണ്ടൊക്കെ വലിയ ഉത്സാഹമായിരുന്നില്ലേ? അവയെ രക്ഷിക്കപ്പെട്ട നാളുകളിൽ 8 മണിക്ക് വരാൻ പറഞ്ഞ് 7:45 ഹാജര. പ്രൈസ് ദി ലോർഡ്. അവയെ രക്ഷിക്കപ്പെട്ട് എന്തൊക്കെയോ ആയെന്ന് തോന്നിയപ്പോ 8 മണിക്ക് വരാൻ പറഞ്ഞ 10 മണിക്ക് വരാൻ പറഞ്ഞ 10:30 മിണ്ടൂല്ല. ഇനി മിണ്ടൂല എന്ന് എനിക്കറിയാം വരാനായിട്ട്. എന്നിട്ട് പറയാം വീട്ടിലൊരു സന്തോഷവും. എങ്ങനെയുണ്ടാവണേ? എങ്ങനെയുണ്ടാവണേ? കർത്താവ് എന്നാ പറഞ്ഞേ? ഹഗായി എന്താ പറഞ്ഞേ? ഞാൻ ഊതിക്കളയും. 2-ാം അധ്യായം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതല്ലേ പറഞ്ഞത്, ഞാൻ ഊതിക്കളയുമെന്ന്. എന്താ ഊതിക്കളയാൻ കാരണം? 4-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോ നീ തട്ടിട്ട് വീട്ടിൽ സുഖ സൗകര്യം അനുഭവിച്ച് ജീവിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അതാണ് സൈമൺ സാറ് പറഞ്ഞില്ലേ, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്താ? ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ ഈ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയാകണമെന്ന്, എന്റെ സാക്ഷിയാകണമെന്ന്. ലോകത്തിന്റെ അറ്റത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും അയൽവക്കത്തുകാരനോടെങ്കിലും മിണ്ടൂല്ല. അത് പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്നു വരെ ഈ സാധനം നിന്റെ ജീവിതത്തിൽ, ഏത് സാധനം? പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കള്ളം പറയത്തില്ല. വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ എന്റെ മേൽ ആത്മാവ് വന്നാൽ ലോകത്തിന്റെ അറ്റത്തോളം, യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം പോകണം. ഇനി ലോകത്തിന്റെ അറ്റത്ത് പോയില്ലെങ്കിലും, ശമരിയെ പോയില്ലെങ്കിലും, യഹൂദയിൽ പോയില്ലെങ്കിലും, യെരൂശലേമിലെങ്കിലും ഒന്നും മിണ്ടാത്തേ. ഇത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ന് വരെ ആയിട്ടും മിണ്ടൂല്ല. ഞാൻ പറഞ്ഞതല്ല,
സൈമൺ സാറ് പറഞ്ഞു വെച്ചതിൻ്റെ അവസാനം പറഞ്ഞതാ, ഈ ആത്മാവ് നിന്റെ മേൽ വരാത്തത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയട്ടെ, ഈ രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ ഓടാൻ വലിയ ഉത്സാഹമായിരുന്നു. ഇപ്പോഴും ഉത്സാഹക്കുറവൊന്നുമില്ല. ദൈവനാമത്തിന് മഹത്വം. ഇന്നും ഓടിക്കൊണ്ടിരിക്കുക. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിട്ട സമയത്തേക്ക് നീ ഒന്ന് തിരിയണം. അവിടെ ദൈവ സാന്നിധ്യമുള്ള സമയമാണ്. 2, ദൈവാലയത്തിൽ നിത്യം എന്തുണ്ട്? ആരാധനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാധനയുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ നീ ആരാധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ ആരാധന ദൈവത്തിന് സ്വീകാര്യമെങ്കിൽ, ആ ആലയത്തിലെ ആരാധന ദൈവത്തിന് പ്രസാദമെങ്കിൽ, ഈ രാത്രി പറയട്ടെ, നിന്റെ ജീവിതം മാറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ നീ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്ന ആ ദിവസം മുതൽ നീ നിന്റെ ആലയമേൽ നിന്റെ മുന്നോട്ട് ദൃഷ്ടി വെക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രിയരെ, അതുകൊണ്ട് ഈ പകൽക്കരാത്രി ഞാൻ അവസാനിപ്പിക്കട്ടെ. 2025 ഈ അവസാന രാത്രി അവസാനിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, നീ ആരാധിച്ചാൽ നിന്റെ ലെവല് മാറാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് ഹഗായി പ്രവാചകൻ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാ. ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കൂ. 19ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 19ാമത്തെ വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? മതി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നീ ആരാധിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിന്റെ രക്ഷകനായി നീ സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, നീ ആരാധിക്കുമ്പോൾ നീ ആരാധനയുടെ മുമ്പിൽ 4 വൃക്ഷങ്ങളെ 4 ഫലങ്ങളെ ദൈവം നിനക്ക് കാട്ടിത്തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഫലങ്ങളെ കുറിച്ച് വിവരിപ്പാനായിട്ട് എനിക്ക് സമയമില്ല, ഞാൻ അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. പക്ഷേ ഹഗായി ചോദിച്ചൊരു ചോദ്യം, ഇനിയും ഹല്ലേലൂയ, ഇനിയും കളപ്പുരയിൽ വിത്ത് കിടക്കുന്നുണ്ടോ? ഉണ്ടോ? കളപ്പുരയിൽ വിത്തുണ്ടോ? ഇനിയും കളപ്പുരയിൽ വിതയ്ക്കാനായിട്ട് വിത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹഗായി ഇസ്രായേൽ ജനത്തോട് ചോദിച്ചൊരു ചോദ്യം ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനും ചോദിക്കുക. 2025 അവസാന ദിവസം ഇനിയും വിതയ്ക്കാൻ നിന്റെ ജീവിതത്തിൽ വിത്ത് ബാക്കിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇനിയും നിന്റെ ജീവിതത്തിൽ വിത്ത് ബാക്കി കിടപ്പുണ്ടോ? അവരോട് ഹഗായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല പ്രവാചക, ഇനി ഞങ്ങൾക്ക് വിത്തൊന്നും ബാക്കിയില്ല. ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ വിതച്ച് തീർത്തു, പക്ഷേ ഞങ്ങൾക്കൊരു ഫലമില്ലാതെ പോയി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, കരയാൻ ഇനിയും കണ്ണുനീര് ബാക്കിയുണ്ടോ? കരയാൻ ഇനിയും കണ്ണുനീര് ബാക്കിയുണ്ടോ? 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ കരച്ചിൽ ആരംഭിച്ചതല്ലേ? ഇനിയും കരയാൻ നിന്റെ ജീവിതത്തിൽ കണ്ണീര് ബാക്കിയുണ്ടോ? ദൈവനാമത്തിന് മഹത്വം. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഇനിയും നിനക്ക് കരയാൻ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ? കരഞ്ഞ് കരഞ്ഞ് തളർന്നില്ലേ? ഭാര്യയെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, മക്കളെ ഓർത്ത്, വിവാഹം നടക്കാത്ത മക്കളെ ഓർത്ത്, മക്കളുണ്ടാകാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ കരഞ്ഞില്ലേ? 2025 ജനുവരി മാസം 1-ാം തീയതിയിലേക്ക് നീ ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ. നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകമൊക്കെ ഒന്ന് കസേരയിൽ വെച്ച് ഒന്ന് വേഗം ചാടി എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാ. ശാന്തമായി ആ കണ്ണുകളൊന്ന് ചേർത്തടച്ച്, എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ച്, ഇനി വിതയ്ക്കാൻ കണ്ണുനീര് ബാക്കിയുണ്ടോ? ഒന്ന് ശാന്തമായി ചിന്തിച്ച്, ഈ 2025 ഈ അവസാന ദിവസം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവവൈതലേ, ഈ രാത്രി ചോദിക്കട്ടെ, കരയാൻ നിന്റെ ജീവിതത്തിൽ ഇനി കണ്ണുനീര് ബാക്കിയുണ്ടോ? എന്തെല്ലാം വിഷയങ്ങളെ ഓർത്താ നീ കരഞ്ഞത്? എന്തെല്ലാം വിഷയങ്ങളാ നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്നത്?
സങ്കടത്തിന്റെ കടലിൽ നീ അകപ്പെട്ടു പോയില്ലേ? 2021 25 അനേക വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നില്ലേ? ഒന്ന് പുറകിലേക്കൊന്ന് ചിന്തിച്ചേ. 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നിന്റെ ഹൃദയത്തിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. ആരും സ്തുതിക്കണ്ട, ശാന്തമായി ഹൃദയത്തിലേക്കൊന്ന് ചിന്തിക്ക്. എന്നിട്ട് നിന്റെ ചിന്ത 2025 ജനുവരി 1-ാം തീയതി പ്രഭാതത്തിലേക്കൊന്ന് കണ്ണോടിച്ച് ആ നിമിഷം മുതൽ ജനുവരി മാസം 31-ാം തീയതി വരെ നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞില്ലേ? ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ ഉപവസിച്ചില്ലേ? ഇനി കരയാൻ കണ്ണുനീര് ബാക്കിയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. ഇന്ന് നാം കേട്ടല്ലോ, കൃപയാലാണ് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നിന്റെ ഒരു പ്രവൃത്തിയും അത് കാരണമല്ല. ഇവിടെ നിന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി, കർത്താവേ, കരഞ്ഞു മടുത്തു കർത്താവേ, ഞാൻ കരഞ്ഞു മടുത്തു കർത്താവേ. എൻ്റെ ചില വിഷയങ്ങളുടെ മേൽ, എൻ്റെ ചില ഭാരങ്ങളുടെ മേൽ കർത്താവേ, അത് വസ്തുവിക്കാനായിട്ടാണെങ്കിലും, മക്കളുടെ വഴിപിഴച്ച ജീവിതം ഓർത്തെങ്കിൽ, മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതോർത്തെങ്കിൽ, മക്കൾക്കൊരു ജോലി ഇല്ലാത്തതോർത്തെങ്കിൽ, ഭർത്താവിന്റെ മദ്യപാന മുഖാന്തരമെങ്കിൽ, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, കരയാൻ കണ്ണുനീരില്ലേലും ഇന്ന് രാത്രി ഒന്ന് കരയ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഏറ്റെടുക്ക്. ദൈവാലയത്തിന് അടിസ്ഥാനമിട്ട ദിവസത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഉപവസിക്കാൻ ഇനി നിനക്ക് ആരോഗ്യമുണ്ടോ? ഒത്തിരി ഉപവസിച്ചില്ലേ? ഒത്തിരി കരഞ്ഞില്ലേ? ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടാൻ പോകുക. തുടർന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, ഇനിയും എനിക്ക് കരയാൻ കണ്ണീരില്ല, ഇനിയും വിതപ്പാൻ എൻ്റെ എൻ്റെ കളപ്പുരയിൽ വിത്തില്ല കർത്താവേ. ഞാനത് മുഴുവനും 25 ഒഴുക്കി കളഞ്ഞു, എന്നിട്ടും എനിക്കൊരു പ്രയോജനം ലഭിച്ചില്ല. പക്ഷേ അടിസ്ഥാനമിട്ട ദിവസത്തിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ ഇന്നു മുതൽ നിന്റെ ജീവിതം മാറാൻ പോകുകയാ. ഹല്ലേലൂയ. ആരാധിച്ചാട്ടെ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കർമ്മടിയ ശക്തിയോടെ മാട്ടിൻതുഴത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻതുഴത്തിൽ പിറന്ന മാന്യസുതനേ, ഈണവേഷമെടുത്തു നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്ന് തിരുവചനം കേൾക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട ബൈജു, പ്രിയമുള്ളവരെ, കുന്നയ്ക്കാലിൻ്റെ ദേശത്തുനിന്ന് കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ നാളുകളിൽ അനേക ദേശങ്ങളിലൂടെ കടന്നുപോയി, പ്രത്യേകിച്ച് വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ തൻ്റെ ജോലിയില്ലാത്ത സമയങ്ങൾ നോക്കിക്കൊണ്ട് അദ്ദേഹം കടന്നുപോയി. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്തൃദാസനാണ്. കുന്നയ്ക്കാൽ പാൽനാട്ടി കവലയുടെ അടുത്തുള്ളതായിരിക്കുന്ന പള്ളിയിലെ അംഗമാണ് പ്രിയപ്പെട്ടതായിരിക്കുന്ന ബൈജു ബ്രദർ. ഞാൻ അനേക നാളുകൾ അവരുടെ കൂട്ടായ്മയിലും ദേശത്തുമൊക്കെ കടന്നുപോയി. അവരോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് എനിക്കും ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. നന്നേ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ബൈജു ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ ആണ്ടാരംഭ യോഗത്തിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നന്നായി കരങ്ങളടിച്ച് പ്രിയപ്പെട്ട കർത്തൃദാസനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ബെന്നി ബ്രദർ, അതുപോലെ പ്രിയപ്പെട്ട ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു ആണ്ടിൻ്റെ അവസാനവും ഒരാണ്ടിൻ്റെ ആരംഭവുമായി നമ്മളിങ്ങനെ ശുശ്രൂഷയിലായിരിക്കുകയാണ്. എല്ലാവരും മനഃപൂർവ്വമായി വളരെയേറെ പ്രാർത്ഥനയോടെ ചേർന്നിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സമയം 8:30 9:30 നമുക്ക് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കണം. 1 മണിക്കൂർ സമയം നിങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങളിരിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയതായ രക്ഷാസുവിശേഷം
2-ാം അധ്യായം 10-ാം വാക്യം. ലൂക്കോസ് എഴുതിയതായ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സമയം വരെയും നമ്മൾ വചനത്തിൻ്റെ കീഴിലായിരുന്നു. ഇനിയും അല്പസമയം കൂടി വചനത്തിൻ്റെ കീഴിലായിരിക്കുകയാണ്. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ അല്പസമയം ചെലവഴിക്കുന്ന ഇത് മുഖാന്തരം നിശ്ചയമായും നാം അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു, ഞാൻ ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ തരങ്ങളും ചലിച്ച് കർത്താവിനെ ഒന്ന് വിളിച്ച്, കർത്താവ് ഈ രാത്രി വിളി കേൾക്കട്ടെ, നമ്മുടെ ചാര ഇറങ്ങി വരട്ടെ, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ, നമ്മളിൽ സന്തോഷം ഉടിപ്പിക്കട്ടെ. എല്ലാവരും കൊതിയോടെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു കൃപയുടെ വ്യാപാരം, ദൈവസാന്നിധ്യത്തിൻ്റെ അഭിഷേകം ഈ രാത്രികാലം ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുവാൻ തക്കോണം വിനയപ്പെടുത്തി കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾ, ഓരോരുത്തരും നമ്മളോട് പറഞ്ഞതായിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങൾ. എത്രമാത്രം രോഗികളാണ്, എത്രമാത്രം ക്യാൻസർ രോഗികളാണ്, എത്രമാത്രം ഡയാലിസിസ് രോഗികളാണ്. അങ്ങനെ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, എത്രയോ ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയ ഭാരത്തിലും ഞെരുക്കത്തിലുമായിരിക്കുന്ന ചില തലമുറകൾ, ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ വിടുവിപ്പാൻ ശക്തനായ യേശു കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് സൗഖ്യം തരുവാൻ മതിയായവൻ കടന്നു വന്നിട്ടുണ്ട്. നിന്നെ ബലപ്പെടുത്തുവാൻ മതിയായവൻ കടന്നു വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തേ, പ്രാർത്ഥിച്ച്, വിളിച്ച്, കരഞ്ഞ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, വിനയപ്പെടുത്തി കൊടുക്കുന്നു. പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവെ എന്നൊന്ന് വിളിക്കുക, എൻ്റെ യേശുവെ എന്നൊന്ന് വിളിക്കുക, എൻ്റെ യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചാട്ടെ. എല്ലാവരും കൊതിയോടെ വിളിച്ചാട്ടെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഈ രാത്രി വ്യാപരിക്കട്ടെ. ചിലരുടെ നിറകമേൽ വ്യാപരിക്കട്ടെ, നിശക്തമായി വ്യാപരിക്കട്ടെ. ചിലരുടെ ഈ രാത്രിക്കാലം വിടുതലിന്റെ ശുശ്രൂഷ, വ്യാപാരത്തിന് ശുശ്രൂഷ, സൗഖ്യത്തിന് ശുശ്രൂഷ, വീണ്ടെടുപ്പിന് ശുശ്രൂഷ, മാനസാന്തരത്തിന് ശുശ്രൂഷ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം ചെയ്തെടുക്കേണ്ടതിന്, ദൈവത്തിന്റെ വചനം ശക്തമായി വ്യാപരിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വലിയൊരു ക്രമം ഉണ്ടാകേണ്ടതിന്, ചിലരുടെ കണ്ണിലെ ചില പാപത്തിന്റെ കണികൾ വിട്ടുപോകേണ്ടതിന്, ഹൃദയത്തിൽ നിന്ന് ചില മാനസാന്തരങ്ങൾ ഉണ്ടാകേണ്ടതിന്, ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതിന്, ചില ഉടമ്പടികൾ ഉണ്ടാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശക്തമായ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഒരു രാത്രിയുടെ യാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച തിരുവചനത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ക്രിയകൾ നടക്കുവാൻ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, കർത്താവേ, നിത്യതയ്ക്ക്, നിത്യജീവന് മുഖാന്തരങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിൻ്റെ അൻപേറിയ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഏറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞതും കേട്ടതുമായ വാക്യമാണ്. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. അവിടെ പ്രകാരമാണ് പറയുന്നത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട,
സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത് ഇന്ന് രാത്രിക്കാലം നമുക്ക് അതിൽ നിന്നറിയാം, നമ്മൾ സന്തോഷമുള്ളവരായി മാറണം. എന്തായിട്ട് മാറണം? സന്തോഷമുള്ളവർ. അടുത്തിരിക്കുന്നവരോട് ഷെയ്ഖാൻ്റെ അടുത്തൊന്ന് ചോദിച്ചേ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ചോദിക്കണം, എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ സന്തോഷമാണോ എന്ന് ചോദിക്കണം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മറുപടി പറയണം, എസ് ഓർണോ. സന്തോഷമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അത് യഥാർത്ഥമായിരിക്കണം കേട്ടോ, ഹൃദയത്തിൽ എന്താണോ അത് പറയണം. അപ്പോൾ ഒന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്നവരോട് സന്തോഷമാണെന്ന് ചോദിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ആ വാക്യത്തിൽ 2 കാര്യമാണ് ദൂതൻ പറയുന്നത്. ഒന്ന്, ഭയപ്പെടരുത്. 2, മഹാസന്തോഷം. ഇപ്പം 2 കാര്യം. ഒന്ന്, ഭയപ്പെടരുത്. 2, മഹാസന്തോഷം. നമ്മൾ സന്തോഷത്തെക്കുറിച്ച് പല രീതിയിൽ കേട്ടിട്ടുണ്ടല്ലേ. വലിയ സന്തോഷം, ചെറിയ സന്തോഷം, സന്തോഷം. ഇവിടെ എന്ത് സന്തോഷത്തിൻ്റെ പേര്? മഹാസന്തോഷം. ഇംഗ്ലീഷിൽ അത് ഗ്രേറ്റ് ജോയ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജോയ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇവിടെ ഇന്ന് രാത്രികാലം ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ നമ്മൾ അടുത്തുള്ളവരോട് ചോദിച്ചു, അടുത്തിരിക്കുന്നവരോടൊക്കെ ചോദിച്ചു, ഇനി ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ മഹാസന്തോഷം ഉള്ള ഒരു വ്യക്തിയാണോ? ഞാൻ മഹാസന്തോഷം ഉള്ള ഒരു വ്യക്തി, മഹാസന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി ആണോ? ഞാൻ തന്നെ ഉത്തരം എഴുതിയ 99% എന്തെഴുതും? അല്ലാന്ന് എഴുതാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഈ വചനഭാഗം ചിന്തിച്ച് ധ്യാനിച്ച് പോകുമ്പോൾ മനസ്സിലാകും. എന്നാൽ അതിന് മേലെ കുറച്ച് തിരുത്തലുകൾ നടത്തുവാൻ ദൈവം ഈ രാത്രികാലം കൃപ തരട്ടെ. അതായത് ഈ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ലോകത്തെ കുടുകുടാ ചിരിപ്പിച്ച, അല്ല ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. ആരാണ്? അതിൻ്റെ മുഖം അറിയാത്ത ആരും കാണാത്ത ആരും ഉണ്ടായിരിക്കില്ല. പുള്ളിയുടെ ആത്മകഥയിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പുള്ളി ഒരിക്കൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കറിയില്ല ഈ മനുഷ്യനാണ് ആര്? ചാർലി ചാപ്ലിൻ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണ് ഡോക്ടറെ, എനിക്കതിനുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ, എന്തുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല, കുടുംബത്തിൽ ഭാര്യ മക്കൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ദിവസത്തിൽ കുറച്ച് സമയം ഒന്ന് എന്ത് ചെയ്യണം, മാറ്റി വയ്ക്കണം, എന്നിട്ട് ചാർലി ചാപ്ലിൻ്റെ ഫിലിം കാണാൻ പറഞ്ഞു. അപ്പോൾ ഈ ചാർലി മറുപടി പറഞ്ഞു, സാറേ അങ്ങനെയാണെങ്കിൽ എനിക്ക് സൗഖ്യം വരില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതെന്താ കാര്യം? ആ ചാർലി ചാപ്ലിൻ എന്ന വ്യക്തിയാണ് ആര്? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ദൈവവചനപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. അത് വാസ്തവമല്ലേ? വാസ്തവമാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കണമെന്ന് വൈദ്യനായ ലൂക്കോസ് നമ്മോട് പറഞ്ഞത്? തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, വായിക്കാം. 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? രക്ഷകൻ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്താണ് നീ സന്തോഷിക്കേണ്ടതിൻ്റെ കാര്യം, അല്ല എന്തുകൊണ്ടാണ് നീ മഹാസന്തോഷം നിന്നിൽ ഉണ്ടാകേണ്ടതിൻ്റെ കാര്യമെന്ന് ലൂക്കോസ് പറയുകയാണ്. എന്താണ്? ക്രിസ്തു എന്ന ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തു എന്ന ഒരു രക്ഷകൻ എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം നമ്മോട് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു, നമ്മളിപ്പോൾ കുറേ ക്രിസ്മസൊക്കെ ആഘോഷിച്ചവരാണ്, യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ആ രക്ഷയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എന്താണ് സന്തോഷമെന്ന്. ഗലാത്യലേഖനം 5:22 എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ, അങ്ങനെ 9 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ സന്തോഷം എന്താണെന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ
ഫലമാണ്. എന്ന് വെച്ചാൽ മാവിൽ എന്ത് ഫലമുണ്ടാകും? മാങ്ങ. എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ ആ വ്യക്തി അറിയാതെ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് എന്ത്? സന്തോഷം. അതാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സയൻസുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സന്തോഷമെന്ന് സയൻസ് പറയുന്നത് എങ്ങനെയാണ്? അതായത് സംതൃപ്തിയും ക്ഷേമവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സന്തോഷം. എന്തൊക്കെയാണ്? സംതൃപ്തിയും ക്ഷേമവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സന്തോഷം. കുറച്ചുകൂടെ പറഞ്ഞാൽ, അതായത് ശാരീരികമായോ മാനസികമായോ ചില നേട്ടങ്ങളുടെ ഫലമാണെന്ത്? സന്തോഷം. അപ്പോൾ സയൻസ് തന്നെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിൽ സന്തോഷമുണ്ടാകുവാൻ കാരണം 4 ടൈപ്പിലുള്ള അല്ലെങ്കിൽ 4 വിധത്തിലുള്ള ചില ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രന്ഥികളിൽ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? സന്തോഷം. അപ്പോൾ ഇതെല്ലാമാണ്. അതായത് 4 ഹാപ്പി ഹോർമോൺ. 1 ഡോപ്പമൈൻ, 2 സെറോട്ടോണിൻ, 3 ഓക്സിറ്റോസിൻ, 4 എൻഡോർഫിൻ എന്ന് പറയുന്ന 4 ഹോർമോണുകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ ഫലമായിട്ടാണ് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തനുഭവിക്കപ്പെടുന്നത്? സന്തോഷം. ഗ്രന്ഥി എന്ന് വെച്ചാൽ ഒരു കോശം അല്ലെങ്കിൽ പല കോശങ്ങൾ കൂടി ചേരുന്ന ഒരു അവയവമാണ് ഗ്രന്ഥി. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാസവസ്തുവിന് പറയുന്ന പേരാണ് ഹോർമോൺ. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക അവയവം, ഒരു കോശം അല്ലെങ്കിൽ പല കോശങ്ങളെ കൂടിച്ചേർന്നാണ് എന്ത്? ഗ്രന്ഥികൾ. നമ്മുടെ ശരീരത്തിൽ 100 കണക്കിന് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നമ്മളിൽ അസൂയ ഉണ്ടാകുമ്പോൾ, അസൂയ എന്ന പാപം ഉടലെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തു ആകുന്ന ഹോർമോൺ സൾഫൂറിക് ആസിഡിനേക്കാൾ പ്യൂരിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? സൾഫൂറിക് ആസിഡ് നിലത്തൊഴിച്ചാൽ എന്ത് സംഭവിക്കും? സിമൻ്റൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ പവർ നഷ്ടപ്പെടുത്തും, കിടന്ന് ഉരുകും. ഈ റബ്ബർ ഷീറ്റൊക്കെ കുറയ്ക്കുന്നവർക്ക് അറിയാം, അത് ഫോസ്ഫോറിക് ആസിഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രികാലം നമ്മളിൽ സന്തോഷം ഉടലെടുക്കണമെങ്കിൽ സയൻസ് എന്താ പറയുന്നത്? 4 തരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടണം. അതിനോട് ബന്ധപ്പെട്ട് വേദപുസ്തകവുമായി ധ്യാനിക്കുവാനായിട്ടാണ് ഈ രാത്രികാലം അല്പസമയം ചെലവഴിക്കുന്നത്. നമ്മൾ തുടങ്ങിയിട്ട് 8:30 8:45 45 മിനിറ്റോടെ മുമ്പിലുള്ള. അപ്പോൾ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ ഒന്നാമത്തെ ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പമൈൻ. ഈ ഹോർമോൺ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, റിവാർഡ് ഹോർമോൺ. എന്ന് വെച്ചാൽ എന്താ? പ്രതിഫലം. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പം നമ്മളൊരു ഫുട്ബോൾ കളിക്കുകയാണ്. ടീം വർക്കിലൂടെ നമ്മൾ ഗോൾ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ജയിക്കും. അപ്പോൾ ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. തോറ്റു കഴിഞ്ഞാലും വേറെ, ജയിച്ചാലും. അപ്പോൾ ഈ ജയിക്കുമ്പോൾ നാം ലക്ഷ്യത്തിൽ എത്തി. തൽഫലമായ ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ ആ ബ്രെയിനിലെ അഡ്രിനാലിൻ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് എന്ത്? ഡോപ്പമൈൻ. അപ്പോൾ ഈ ഡോപ്പമൈൻ ഹോർമോൺ നമ്മുടെ രക്തത്തിലൂടെ ശരീരത്തിലെ പല അവയവങ്ങളിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്യപ്പെടും. തൽഫലമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതിക്ക് പറയുന്ന പേരാണ് സന്തോഷം. എന്നാൽ അത് തന്നെ ബൈബിൾ നമ്മോട് പറയുകയാണ്. നമുക്കൊന്ന് വായിക്കാം. റോമായുടെ ലേഖനം, റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം. അതായത് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിലൂടെ പാപമോചനം നേടി മരണാനന്തരം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ വസിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആ മനുഷ്യൻ്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യതയിൽ കർത്താവിനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് മനുഷ്യനായി പിറന്നവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവൻ അനുഭവിക്കുന്ന ഒന്നാണെന്ത്? സന്തോഷം. അപ്പോൾ സയൻസ് പറയുന്നതും ബൈബിൾ പറയുന്നതും ഒന്നാണ്, പക്ഷെ 2 വിധത്തിലാണെന്ന് മാത്രം. അത് റോമാലേഖനം 6:22 വായിക്കാം.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്നുള്ളത്, ഒരു മനുഷ്യന്റെ ഗോൾ എന്നുള്ളത് എന്താണ്? നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളതാണ്. അതിനാൽ എന്താണ് നാം ചെയ്യേണ്ടത്? ഞാൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്ന്, ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് വെച്ചാൽ ഒരു പാപത്തിന്റെ അടുത്ത് ഞാൻ ചെന്ന് നിന്നാൽ ആ പാപം എന്നെ തോൽപ്പിക്കാൻ പാടില്ല. എന്നിലേക്ക് ആ പാപം എന്താ? ആ പാപത്തിന്റെ സുഗന്ധം തന്നെ മയക്കുവാൻ പാടില്ല. നമുക്കറിയാം, ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത, അതിന് അഡിക്റ്റ് ആയതുകൊണ്ട്, അതിന് അഡിക്ഷൻ ആയതുകൊണ്ട്, അതിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അത് അറിയാതെ സ്പർശിച്ചു പോവുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ ചില പാപത്തിന് അടിമയാക്കി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ പാപത്തിന്റെ സാമീപ്യം അനുഭവിക്കുമ്പോൾ, ആ പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ പാപത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആ പാപത്തെ കാണുമ്പോൾ, ആ പാപത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ ആ പാപത്തിന്റെ അടിമയായി മാറുന്നത് കൊണ്ട് ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ രാത്രികാലം നമ്മോട് പറയുകയാണ്, പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും സ്വാതന്ത്ര്യം പ്രാപിക്കണം. നമുക്ക് നോക്കാം, സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊരിന്ത്യർ ലേഖനം 3:17. 2 കൊരിന്ത്യർ ലേഖനം 3:17 അവിടെ പ്രകാരമാണ് പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലാക്കണം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ കർത്താവിന്റെ ആത്മാവ് ഉള്ളിടം നമ്മുടെ ഹൃദയമായി മാറണമെങ്കിൽ 1 യോഹന്നാൻ 1:9 പ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, അതെ, നമ്മൾ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇന്ന് രാത്രികാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിൻ്റെതായ ഒരല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണുകളിലോ, അത് കാതുകളിലോ, അത് നാവിലോ, അത് അതരത്തിലോ, ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളിലോ, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ജന്മന ലഭിച്ചതോ, അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ അത് കൂട്ടമായോ ചെയ്തു പോയിട്ടുള്ള ചില പാപത്തിൽ നിന്ന് ഈ രാത്രികാലം 2025 ഡിസംബർ മാസം 31 തീയതി ഈ 9 മണിയോട് അടുക്കുന്ന സമയം വരെ ആ പാപത്തിന് മോചനം പ്രാപിച്ചില്ല എങ്കിൽ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഇന്ന് രാത്രി പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദാസനും ദാസിയുമായി മാറുന്നുവെങ്കിൽ, ഇന്ന് രാത്രി അവന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവങ്ങളെ നിന്റെ പേര് ജീവൻ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്ന രാത്രിയായി തീർന്നിരിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. നിന്റെ ശരീരത്തിൽ നീ അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, അവനുവേണ്ടി സമയം മാറ്റിവെക്കുന്നത്, അവനുവേണ്ടി ദശാംശം മാറ്റിവെക്കുന്നത്, അവനുവേണ്ടി ഓടുവാൻ, അവനുവേണ്ടി അധ്വാനിക്കുവാൻ, അവനുവേണ്ടി കൊടുക്കുവാൻ, അവനുവേണ്ടി നിന്റെ വാഹനം വിട്ടുകൊടുക്കുവാൻ, നിന്റെ കുടുംബത്തിന് വായു തുറക്കുവാൻ, നീ ഈ രാത്രികാലം ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി നിന്നിൽ ഹേമിക്കുമ്പോൾ നീ അറിയാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും പാപം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വായിപ്പിച്ചതാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 34 വായിക്കേണ്ട, അവിടെ കർത്താവ് ദൈവമായ യഹോവ പറയുന്നുണ്ട്, ഞാൻ യഹോവയാകുന്ന ദൈവമാകുന്നു. അതെ, ഞാൻ 1000 ദയ കാണിക്കുന്നവനാ, ഞാൻ ക്ഷമ കാണിക്കുന്നവനാ, ഞാൻ വിശ്വസ്തനായ ദൈവമാ, ഞാൻ അങ്ങനെ കുറെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്. എന്നാൽ പാപം ചെയ്യുന്നവന് വെറുതെ വിടാതെ അവന്റെ മക്കളുടെ മേലും മക്കളുടെ മേലും 1, 2, 3, 4 തലമുറമേൽ ഞാൻ സന്ദർശിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സീനായ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് മോശയോട് നേരിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവനോട് സംസാരിച്ചെങ്കിൽ ഈ 2025 ഡിസംബർ മാസം ലാസ്റ്റ് സന്നിധാനത്ത് ലാസ്റ്റ് നിമിഷങ്ങളോട് എടുക്കുന്ന മണിക്കൂറുകളിൽ സെന്റ് ജോൺസ് മിഷൻ ഓഡിറ്റോറിയത്തിൽ വന്നിരുത്ത് വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇനിയും നിന്റെ ജീവിതത്തിൽ ചില പാപങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, പാപക്ഷമ കിട്ടാതെ പാപസുഖത്തിന് വേണ്ടി ശരീരം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ നൊന്ത് പ്രസവിച്ച മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ
അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാ ദൈവവിധനെ. ഇന്ന് രാത്രി ദൈവ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നുണ്ട്. നിന്റെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം സമർപ്പിക്കാമോ? കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിസ്സാര പാപമാകാം, ഒരു നിസ്സാര നുണയാകാം, ഒരു നിസ്സാര ചെറിയ മോഷമാകാം, അത് പേനയാകാം, ബുക്കാകാം, പേപ്പറാകാം, എന്തുമായിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പാപമെന്ന് നിന്റെ മനസാക്ഷി നിന്നോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് രാത്രി അനുദമിക്കുവാൻ, ശോധന ചെയ്യുവാൻ, കണ്ടുപിടിക്കുവാൻ, ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ, കർത്താവ് ആത്മാവാകുന്നു. ഈ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടും വായിക്കാം ഗലാത്യലേഖനം 5:13. ഗലാത്യലേഖനം 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ദൈവമക്കളെ, സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ. ഇതിന് എക്സാമ്പിൾ പറഞ്ഞ 1947 ആഗസ്റ്റ് 15 വരെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയുടെ ആധിപത്യത്തിലാണ് എന്ന് വെച്ച് അവർ പറയുന്നത് നാം അനുസരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഇത് തന്നെയാണ് പാപം കർത്തൃത്വം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഒരു ദൈവമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ്റെയോ ഒരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അവസ്ഥ. ആ പാപം തീരുമാനിക്കും എപ്പോൾ പാപം ചെയ്യണമെന്ന്. എന്നാൽ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവെങ്കിൽ അവനെ തൊടുവാനോ അവനെ തോൽപ്പിക്കുവാനോ ചിന്തകളിലൂടെയോ സംസാരങ്ങളിലൂടെയോ നോട്ടങ്ങളിലൂടെയോ സ്പർശനങ്ങളിലൂടെയോ ഭക്ഷണത്തിലൂടെയോ പാനീയത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ഈ പാപത്തിന് നമ്മുടെ അകത്ത് കയറുവാൻ ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ആത്മാവാകുന്നതുകൊണ്ട്, അവന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഈ പാപത്തിന് ഒരു കാലത്തും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. എന്താ സേവിക്കുക എന്ന് വെച്ചാൽ സേർവ്, ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ളവരെ സേർവ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ എന്താ പറയുക ബലപ്പെടുത്തുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, മറ്റുള്ളവരെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാമോ ആ ഒരു തലത്തിലായിരിക്കണം ദൈവത്തിന് കർത്താവിൻ്റെ ആത്മാവിനാൽ സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തം. വീണ്ടും 1 കൊരിന്ത്യർ 9:19 എങ്ങനെയാ പറയുന്നത്? ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ദൈവം എന്താ പറയുന്നത്? അതായത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് അവനെ വിളിച്ച് അവന് മനസ്സാന്തരം കൊടുത്ത് അവനെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ സുവിശേഷ വേലക്കായി നിയമിക്കപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനായി, സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. എന്ന് വെച്ചാൽ ഒരു കൊച്ചു അവനോടൊരു കാര്യം പറഞ്ഞ് അവനത് ചെയ്യും. തലക്കനം, ഈഗോ, യാതൊരു പരിപാടിയും പൗലോസിന് ഇല്ല. പൗലോസിന് മുമ്പിൽ ഒരു മനുഷ്യൻ വന്നു പെട്ടുകഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ഏത് വിധേനയും യേശുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുവിന്റെ കാൽവറി ക്രൂശിലേക്ക് അവനെ അടുപ്പിക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയെ പൗലോസ് അപ്പോസ്തലനുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യനെ അവന്റെ മുമ്പിൽ ദൈവമായ കർത്താവ് ഒരുക്കി കൊടുത്താൽ അവനെ നേടേണ്ടതിന്, അവനെ സ്വർഗത്തിൽ എത്തിക്കേണ്ടതിന്, അവനെ കർത്താവ് യേശുവിന്റെ സ്നേഹം അനുഭവിക്കേണ്ടതിന്, യേശുവിന്റെ സാക്ഷിയാക്കി തീർക്കേണ്ടതിന് പൗലോസിന് എത്രമാത്രം താഴാമോ, എത്രമാത്രം വിനയപ്പെടാമോ, എത്രമാത്രം താഴ്ത്തി കൊടുക്കാമോ, എത്രമാത്രം അവൻ മറ്റുള്ളവനെ സഹായിക്കാമോ, അതേ വിധത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ മുമ്പിൽ കടന്നു വരുന്ന ആരെയും യേശു ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും എന്ന് വെച്ച എക്സോർവോയ് ആണായാലും പെണ്ണായാലും അത് പ്രായമെന്നില്ല, വ്യത്യാസമില്ല, ഏത് സ്ഥാനത്തിരിക്കണമെന്നില്ല, എല്ലാവർക്കും ഞാൻ എന്നെ
രാത്രികാലം നമുക്കതിന് സാധിക്കുമോ? വീണ്ടും ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം വിടട്ടെ. 1 കൊരിന്ത്യർ 8:9 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 8:9. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവീൻ. അപ്പോൾ ഒരു ദൈവത്തിലായിത്തീർന്ന് മനസ്സാന്തരപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക്, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക്, സമ്പത്തില്ലാത്തവർക്ക്, ആരാരുമില്ലാത്തവർക്ക്, ആശ്രയമില്ലാത്തവർക്ക് ഒരു തടങ്ങലായി വരാതിരിപ്പാൻ. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് പല ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദര സഹോദരിമാരുടെ പ്രവൃത്തി നിമിത്തം മറ്റുള്ളവർ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുവാൻ ഭയപ്പെടുകയാണ്. ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ ഒന്നാമത്തെ ഭാഗം വിടുക. യോഹന്നാൻ 17:3 ഒന്ന് വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഒന്ന് നമ്മളിന്ന് പഠിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണ്? സന്തോഷം. എന്താണ് സന്തോഷം? 4 വിധത്തിലുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് നാം സന്തോഷിക്കപ്പെടുന്നത്. ആരും അവകാശപ്പെടുന്നു? സയൻസ്. എന്നാൽ അതിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചാൽ അത് അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞാൽ അത് എത്തിപ്പിടിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവനറിയാതെ അവൻ്റെ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു രാസവസ്തുവാണ് എന്ത്? ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. തൽഫലമായി അവൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു അനുഭൂതിക്ക് പറയുന്ന പേരാണ് സന്തോഷം. അത് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവമായ യഹോവ ഒരുക്കിയിരിക്കുന്ന ഒരു ഗോൾ. എന്താണ്? നിത്യജീവൻ. എന്താണ് നിത്യജീവൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തണം. സ്വർഗത്തിൽ എത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാസഭയോട് നമ്മെ പഠിപ്പിച്ചത്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പിന്നെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായി തീർന്ന്. പിന്നെയോ ഇങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞു, എന്നാൽ അതിന് മുമ്പ് ഒരു വാക്യമുണ്ട്, അത് പറയിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ആ ഒരു അവസ്ഥയായിട്ട് എത്തിയോ? നമ്മുടെ മെസ്സേജ് തുടങ്ങിയിട്ട് അരമണിക്കൂറായി. നിത്യജീവൻ്റെ അവസ്ഥയ്ക്ക് എത്തിയോ എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മോട് പറയും, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മോട് പറയും, ബൈജുവേ നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ 2025 ഡിസംബർ മാസം അത് 31-ാം തീയതി 9 മണി സമയത്ത് മറിയാമേ, അന്നമ്മേ അല്ലെങ്കിൽ മേരിക്കുട്ടി, ആത്മാവ് എന്നെ നിങ്ങളെയും ബലപ്പെടുത്തുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ദൈവമേ നിന്റെയും ശരീരത്തിലെ ചില ഗ്രന്ഥികളിൽ നിന്ന് ഈ സമയം സന്തോഷത്തിന്റെ ഹോർമോണായ ഡോപ്പമൈൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ലക്ഷ്യം നിത്യജീവനാണ്, ലക്ഷ്യം സ്വർഗമാണ്, ദൈവത്തോടൊത്ത് വസിക്കുന്ന അനുഭവമാണ്. കർത്താവ് യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച, അവന്റെ ക്രൂശിലെ കാൽവറി രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച, അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, അവന് വേല ചെയ്ത അവസാന ശ്വാസം വരെ എന്റെ കർത്താവിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞാനും എന്റെ കുടുംബമോ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പാപത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി അശുദ്ധിയെ വെടിഞ്ഞ്, അത് തിന്മയെ വെടിഞ്ഞ്, അവിശ്വാസത്തെ വെടിഞ്ഞ്, അധർമ്മത്തെ വെടിഞ്ഞ്, അനീതിയെ വെടിഞ്ഞ്, ആഭിചാരത്തെ വെടിഞ്ഞ്, എല്ലാ പാപത്തിന് ആസക്തികളോട് തെറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തുകയും നിന്നോട് സംസാരിക്കുകയും നിന്നെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മഹാസന്തോഷം. ഇന്ന് രാത്രി നമുക്ക് ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് ഇവിടെ പറയാം. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കപ്പെടണമെങ്കിൽ
നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നൊരു ഗോൾ, നിത്യജീവൻ നാം പ്രാപിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ അനുഭൂതിക്ക് പറയുന്ന പേരാണ് സന്തോഷം. അതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. രണ്ടാമത്തെ ഹോർമോണിൻ്റെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കൊണ്ട് ആദ്യം പറഞ്ഞത് സെറാട്ടോണിൻ. സെറാട്ടോണിൻ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മമാർ പിള്ളേരോട് പറയും, ഇപ്പം അപ്പയുടെ മൂഡ് നല്ല മൂഡ് അല്ല, അതുകൊണ്ട് ഇപ്പം ആ യേശു കർത്താവ് പറയുകയാണ് എന്താണ് ഈ സന്തോഷം പൂർണ്ണമാകുവാനും കർത്താവിന്റെ സന്തോഷം നമ്മൾ ഇരിക്കാനും ചെയ്യണത്. വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. ദൈവമക്കളെ നിർത്തട്ടെ, ഞാൻ പറയട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ജീവിത പങ്കാളിയെ സ്നേഹിക്കണം, കുറവുണ്ടാകാം. മക്കളെ സ്നേഹിക്കണം, കുറവുണ്ടാകാം. അയൽക്കാരെ സ്നേഹിക്കണം, കുറവുണ്ടാകാം. ഉറ്റവരെ ഉടയവരെ സ്നേഹിക്കണം, കുറവുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് എന്നോട് നിങ്ങളോട് പറയുകയാണ്, അത് എന്താ പറയുന്നത്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. എന്താണ് കർത്താവിന്റെ സ്നേഹം? പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു കന്യകയിൽ ജന്മമെടുത്ത് 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്ത് 3 ആണികൾ തൂങ്ങി പടഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ തന്റെ അവസാനത്തിൽ രക്തം വരെ ഊറ്റിക്കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തെ ഒന്ന് അനുഭവിച്ചിട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്. ആ സ്നേഹം പാപിയെ സ്നേഹിക്കുന്ന സ്നേഹമാണ്, അതുപോലെ തന്നെ പാപത്തെ വെറുക്കുന്ന സ്നേഹമാണ്. ഭാരപ്പെടുന്നവന്റെ, ഹൃദയം കലങ്ങിയവന്റെ മുഴങ്ങാൽ മുടങ്ങുന്നുവെങ്കിൽ, ഹൃദയം നുറങ്ങുന്നുവെങ്കിൽ, കണ്ണിൽ കണ്ണുനീര് പിടയ്ക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിലെ സ്വർഗ്ഗമേ ചാച്ചിറങ്ങി വന്ന് നിന്നെ മാറോട് ചേർത്ത് നിന്നെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സ്വർഗത്തിലെ വലിയ സ്നേഹം ഇന്ന് രാത്രി നിന്നെ വ്യാപരിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ്, അത് സ്വാതന്ത്ര്യത്തിന്റെ സ്നേഹമാണ്. അമ്മ മറന്നാലും നിന്നെ മറക്കാത്ത സ്നേഹമാണ് കുഞ്ഞെ. ആ സ്നേഹത്തെ നീ അനുഭവിക്കുന്നുവെങ്കിൽ, ആ സ്നേഹത്തിന് നിന്റെ ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വാലല്ല തലയാക്കുവാൻ കലിയായവനാണ്. ആ സ്നേഹത്തിന്റെ പ്രത്യേകത, അവൻ 1000 കാണിക്കുന്നവനാണ്, അവൻ വിശിഷ്ടനാണ്. അവൻ പാപിയെ അനുഭവിക്കുന്നുവെങ്കിൽ മാറോട് ചേർത്ത് തന്നെ ക്രൂശിലെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നവനാണ്. മാമോദീസേറ്റ നമ്മള് മറ്റുള്ളവരെ പോലെയല്ല. 12 കാര്യങ്ങൾ 13 കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ മിശിഹായെ സ്വീകരിച്ചവരാണ്. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചു വന്നവരാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മാലാഖമാരുടെ ഗണത്തിലാണ്. നമ്മൾ പരിശുദ്ധാത്മ നിറവിലുള്ളവരാണ്. നമ്മൾ ദൈവ മനുഷ്യരാണ്. നിങ്ങളോ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞാൻ നോക്കി പാർക്കുന്നവരാണ്. അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും വരൂ, ലണ്ടനിൽ നിന്ന് എന്തെങ്കിലും വരൂ, ഇതൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. അതൊന്നും ഇവിടെ ശാശ്വതമല്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് 318 ബാവാമാർ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സഭയ്ക്ക് തന്ന വിശ്വാസ പ്രമാണം. അതിൻ്റെ അവസാന ഭാഗം മരിച്ചുപോയവരുടെ ഉയർപ്പിനും ലോകത്തിലെ പുതിയ ജീവനായി ഞാൻ നോക്കി പാർക്കുന്നു. നമ്മൾ നോക്കി പാർക്കുന്നത് യേശു രണ്ടാമത് വരും. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രിയൻ വരുമ്പോ അവന്റെ കൂടെ പറന്നു പോയാ ഹല്ലേലൂയ. ഒരാത്മാവിനെ എൻ്റെ യേശുവേ എനിക്ക് തരണം. നശിച്ചു പോകുന്ന അനേക ആത്മാക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ ഈ സുവിശേഷം പറയാം. എൻ്റെ ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് അയക്കാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ സമ്പത്തിൻ്റെ ഒരു വീതം സുവിശേഷ വേലയ്ക്ക് അയക്കാം. നമുക്ക് വടക്കേരിയിൽ അനേക സ്റ്റേറ്റുകളിൽ നമുക്ക് മിഷണറിമാരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി എതിർപ്പിൻ്റെ മുമ്പിൽ കൊണ്ടാണ്. നമ്മുടെ മിഷണറിമാർ രാജസ്ഥാനിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തിലുണ്ട്. അവിടെ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി കേരളത്തിലുണ്ട് നമ്മുടെ സുവിശേഷകർ.
സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ വേലയെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്ത് പ്രിയമുള്ളവരെ. നമ്മുടെ സമ്പത്ത് ഇങ്ങനെ, എൻ്റെ മോൾ ഒരു മാസം 30,000 രൂപ മാറ്റിവെക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊക്കെ പറയണം, എന്തിനാ ഇത് കൂട്ടിവെക്കണേ, നമ്മളിത് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിലെനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടന്നു പോരുവാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നുമൊട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി. എൻ്റെ മരുമോൻ മാറ്റിവെക്കും, അവർക്ക് ലഭിക്കുന്നതിൻ്റെ ദശാംശം എൻ്റെ മോള് മാറ്റിവെക്കും. എൻ്റെ മരുമോൾ ഇവിടെ ഇരിപ്പുണ്ട്, അവൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുക, അവളും കൃത്യമായി ദശാംശം മാറ്റിവെക്കും. എൻ്റെ കൊച്ചുമക്കൾ ദശാംശം മാറ്റിവെക്കും. നിങ്ങൾ 10-1 കണക്കെഴുതി മാറ്റിവെക്കണം. എന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള സുവിശേഷ വേലയെ, പാവപ്പെട്ടവരെ, ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനൊക്കെ വകയില്ലാത്തവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പ്രിയമുള്ളവരെ. ലോകമൊക്കെയും സുവിശേഷം എത്തിക്കണമെങ്കിൽ പ്രവൃത്തിയിലൂടെ സുവിശേഷം എത്തിക്കുന്ന ഒരു സംഘടനയാണ് സെയിൻറ്റ് ജോൺസ് മിഷൻ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ. കഴിഞ്ഞ 20-ാം തീയതി ഇവിടെ പ്രിയമുള്ളവരെ, 21-ാം തീയതി ശനിയാഴ്ച ഏതാണ്ട് 1000 ചില്ലുവാനും ആളുകൾ ഇവിടെ വന്നു. 1000 പേരോടും സുവിശേഷം വീടുകളിൽ പോയി പറയാൻ എത്ര എളുപ്പമാണോ. അവരുടെ എല്ലാം നമ്മൾ സുവിശേഷം പറഞ്ഞു. അനേക കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ എല്ലാം സുവിശേഷം പറഞ്ഞു. അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു, അവർക്ക് അരിയും പലർക്ക് സാധനം കൊടുത്തു വിട്ടു. യേശുവിനെ അറിയുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് പിന്നെ ഈസ്റ്റർ വരുമ്പോൾ നമ്മൾ 1000 കുടുംബത്തിൻ്റെ ലിസ്റ്റ് എടുക്കും. അവരുടെ ജാതിയോ മതമോ സഭയോ നോക്കാതെ അവർക്കെല്ലാവർക്കും അരിയും പലചരക്ക് സാധനങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുത്താണ് നമ്മൾ വിടുന്നത്. നിങ്ങൾക്കൊക്കെ അതിൽ സഹകരിക്കാം. 22 ടൺ അരി വേണം. ഒരു വർഷം സെൻറ്റ് ജോൺസ് മിഷന്, തെറ്റി പറഞ്ഞതല്ല, ഒരു വർഷം നമുക്ക് വേണ്ടതാണ്. നിങ്ങൾക്കൊക്കെ അതിൽ സഹകരിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ് ഹല്ലേലൂയ. സ്കൂൾ തുറക്കുമ്പോൾ 500 കുഞ്ഞുങ്ങളുടെ വരും. ഈ ഹോളും പരിസരമൊക്കെ നിറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും. അവരുടെ മുഖത്തേക്കൊക്കെ നോക്കണം. ഹിന്ദു കുട്ടികളുണ്ട്, മുസ്ലിം കുട്ടികളുണ്ട്, പ്രിയമുള്ള ക്രിസ്തീയ കുട്ടികളുണ്ട്. അവരുടെ 1.5 മണിക്കൂർ നമ്മൾ ആരാധിക്കും. ആരാധനയ്ക്ക് ശേഷം സുവിശേഷം പറയും. ആ കുഞ്ഞുങ്ങളുടെ ചങ്കിനകത്തേക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കും. ഹല്ലേലൂയ. മക്കൾക്ക് എന്നാ കൊടുക്കണ്ടേ? സമ്പത്തല്ല. മക്കൾക്ക് എന്നാ കൊടുക്കേണ്ട? വിദ്യാഭ്യാസമല്ല. മക്കൾക്ക് എന്നാ കൊടുക്കേണ്ടത്? ഞാൻ വീട്ടിൽ നിന്ന് വേറെ പോയപ്പോൾ ഞാൻ 1000 രൂപ മേടിച്ചില്ല. എൻ്റെ പപ്പയോട് ചോദിച്ചില്ല. എൻ്റെ പപ്പയോട് 1 സെൻറ്റ് ഭൂമിയെ പപ്പയെ തരാൻ ചോദിച്ചില്ല. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചാണ് ഞാൻ സ്ഥലം മേടിച്ചതും വീട് പണിതൊക്കെ. മക്കൾക്ക് സമ്പത്തല്ല, എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ഒന്നുണ്ട്, അതിൻ്റെ യേശുവിനെ കിട്ടി. ഹല്ലേലൂയ. വേദോസൻ്റെ അമ്മ എടുത്ത് എനിക്ക് തന്നു, മോനെ വായിക്കണം, നിങ്ങൾ ബൈബിൾ വാങ്ങിച്ച് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. ഒരു കോളേജിൽ പോകുമ്പോൾ ഒരു ബൈബിളും കൊണ്ട് പോട്ടെ, സ്കൂളിൽ പോകുമ്പോൾ ബൈബിളും പോട്ടെ. പ്രിയമുള്ളവരെ, എവിടെ പോയാലും ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹല്ലേലൂയ. ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരെയും ദൈവമക്കൾ ഹൃദയത്തിലിരുത്തരുത്. യേശു നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ സിനിമാ കഥ പറയല്ലേ. നമുക്ക് ജീവൻ തന്ന യേശുവിനെ കുറിച്ച് പറ. നമുക്ക് ഭക്ഷണം തന്നത്, കിടക്കാൻ ഇടം തന്നത്, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തന്നത് നമ്മുടെ യേശുവല്ലേ. ആ യേശുവിനെ കുറിച്ച് പറ. യേശുവാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകിയ ഒരേ ഒരു നാമം, കൈയടിച്ച് ശ്രീ യേശു നാമം. നാമം ഏഴ് എനിക്കിമ്പനാമം. ഓ ശ്രീ യേശു നാമം. അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം മൊത്തം നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. നിങ്ങൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യേശുവിനെ കുറിച്ച് പറയണം. രാഷ്ട്രീയം പറയരുത്, സിനിമാ കഥ പറഞ്ഞുകൊണ്ട് നടക്കരുത്. മക്കളെ സിനിമാ കഥ പഠിപ്പിക്കില്ല. ദൈവത്തിൻ്റെ മക്കളെ എന്നാ പഠിപ്പിക്കേണ്ടത്? വചനം കൊടുക്കണം. ഹല്ലേലൂയ. യേശുവിനെ കിട്ടിയ എല്ലാം കിട്ടി. എൻ്റെ നാട്ടിൽ ഈ ബ്രദറിനൊക്കെ അറിയാം, എൻ്റെ നാട്ടിൽ ഏറ്റവും വില കുറഞ്ഞൊരു വ്യക്തി ഞാനായിരുന്നു. ഒരു വിദ്യാഭ്യാസവും കിട്ടിയില്ല. പോത്ത് നോക്കാൻ പോകും, റബ്ബർ പാൽ എടുക്കാൻ പോകും, ചാണം നോക്കാൻ പോകും.
എന്നാൽ എൻ്റെ അമ്മ എനിക്ക് തന്ന ഒന്നുണ്ട്, എൻ്റെ കർത്താവിനെ. ഹല്ലേലൂയ. ഇതങ്ങ് ചുമക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഹല്ലേലൂയ. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. തലമുറകളൊക്കെ അനുഗ്രഹം പ്രാപിച്ചോളും. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വീടുകൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കും. നിങ്ങളുടെ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണമൊക്കെ ഒരുക്കി സെൻറ്റ് ജോൺസിൽ സിസ്റ്റർ സൂസനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മിഷണറിമാരെ അയക്കും. ഞങ്ങൾ ആ ദേശത്തെ വീടുകളെല്ലാം കയറി ഇറങ്ങി സുവിശേഷം പറയും. ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരൽപ്പം കഞ്ഞി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ അതൊരു അനുഗ്രഹമാണ് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ അമ്മച്ചി കൊടുത്ത കഞ്ഞിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ നാട്ടിലെ ഞാൻ കൺവെൻഷൻ നടക്കുമ്പോൾ, സാറിനറിയാം, പന്തനാപറ്റം കൺവെൻഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ വീടൊരു പാവപ്പെട്ട വീടാണ്. കൈയടിച്ച് യഹോവാ ദൈവമാം ഞാനൊരു അനാഥ മന്ദിരം തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ അരി വിതരണമായി ഇടുക്കിയുടെ മലമടക്കുകളിൽ കടന്നു പോകാണ്. പുഷ്പഗിരി സ്ഥലത്തോട് പോകുമ്പോൾ അരി വാങ്ങാൻ വന്നൊരു കൊച്ച്, ഞങ്ങൾ കൊടുത്ത അരിയെ കൊച്ചിനെടുത്തിട്ട് പൊങ്ങണില്ല, അത്രേ ഉള്ളൂ. അത് ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. പടുത വലിച്ചു കെട്ടിയിട്ട് ചാക്ക് വിരിച്ച് കിടക്കും. ഇതിൻ്റെ ഇളയത് ഒരു 5.5 വയസ്സുകാരിയുണ്ട്. ഈ വന്നവൻ്റെ ഞങ്ങൾ കൊടുത്ത അരി എടുത്തിട്ട് പൊങ്ങണില്ല. അവൻ്റെ ഇളയത് 5.5 വയസ്സുകാരി, അതിൻ്റെ ഇളയത് 1.5 വയസ്സുകാരൻ. പ്രിയമുള്ളവരെ, എല്ലും തോലുമായി 3 കുഞ്ഞുങ്ങൾ. കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ കുറച്ച് പൈസയും കൊടുത്തു, കുറച്ച് അരി കൂടുതൽ കൊണ്ട് കൊടുത്തു. പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്തെ വല്യമ്മ ഒരു ചോദ്യം ചോദിച്ചു, മോനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാം. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എങ്ങോട്ട് കൊണ്ടാൻ? എൻ്റെ മനസ്സിലങ്ങനെ ചിന്തയില്ല. ഈ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് കൊണ്ടാൻ? അപ്പം എൻ്റെ അപ്പനെന്തി? അപ്പനില്ല. അമ്മയെന്തി? അമ്മയില്ല. പിന്നെ ആരെ വളർക്കണം? 78 വയസ്സാരും വല്യമ്മ ഇങ്ങനെ കൊഞ്ചു പോലെ ഇരിക്കണ സാധനം. അടുത്ത വീട്ടിൽ പാത്രം കഴുകി കൊടുക്കാൻ പോകും. അവിടെ നിന്ന് എന്തെങ്കിലും പഴയത് കിട്ടിയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പ്രിയമുള്ളവരെ, ഞാനാകെ വിഷമിച്ചു. എന്ത് ചെയ്യും? 3 കുഞ്ഞുങ്ങൾ. ഏറ്റവും ഇളയതിന് 1.5 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ മൂത്തത് 5.5 വയസ്സുകാരി. ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇട്ടിട്ട് പോകുന്ന പട്ടിണി കിടന്ന് മരിച്ചു പോകും. ഞാൻ ഇടുക്കി ഡാമിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് ഈ 3 കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കി അങ്ങനെ ഒരു ഓർഫനേജ് ആരംഭിച്ചു. വടക്കേന്ത്യയിലെ ഒരു മിഷണറിയെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് ചെയ്യാം. അതിശക്തമായ സന്ദേശങ്ങളിലൂടെ നാം മുന്നോട്ട് പോവുകയായിരുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോണി സാറിലൂടെ ഈ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചെല്ലാം വിശദമായി നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം സംബന്ധിച്ച് നമ്മോട് സംസാരിച്ചു. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ എല്ലാ നേട്ടങ്ങളും അവിടുത്തെ അത്ഭുതമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2026 വലിയ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ, അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവേ, ഞങ്ങളുടെ സെന്റ് ജോൺസ് മിഷനെ ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ താമസിച്ചുള്ള ധ്യാനം, ആന്തരിക വിശുദ്ധീകരണ ധ്യാനം, ഞങ്ങളുടെ വെള്ളി ശനി ധ്യാനം, ഞങ്ങളുടെ ഓൾ നൈറ്റ് പ്രെയർ എല്ലാം അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ ഹൗസ് വിസിറ്റിംഗ് തുടങ്ങിയുള്ള ശുശ്രൂഷകളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓർഫനേജിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, അവരെ ശുശ്രൂഷിക്കുന്ന അവരുടെ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ സ്പോൺസർ ചെയ്തവരെ, അവർക്ക് ആഹാരം കൊടുക്കുന്നവരെ, അവർക്ക് അത്താഴം കൊടുക്കുന്നവരെ, അവർക്ക് പ്രഭാതഭക്ഷണം കൊടുക്കുന്നവരെ, അവർക്ക് വസ്ത്രം കൊടുക്കുന്നവരെ,
അവരെ സ്നേഹിക്കുന്നവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2026 ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ, ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങൾ കാണുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ ഞങ്ങളോടുള്ള വിചാരങ്ങളെ ഓർക്കുവാൻ, ബലമുള്ള ഭുജം കൊണ്ട് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് നന്ദി പറയുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷാധികാരിക്കായി പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധഭാവയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഡയറക്ടർക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ എല്ലാ ചുമതലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു, ഗായിക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ നിശ്ചയത്തോടെ, ഒരു പുതിയ ഉറപ്പോടെ, ഒരു പുതിയ ധൈര്യത്തോടെ 2026 കാൽ വയ്ക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വന്നതുപോലെ മടങ്ങല്ലേ, ഞങ്ങൾ വന്നതുപോലെ മടങ്ങല്ലേ കർത്താവേ. ഒരു പുതുബലം പ്രാപിച്ച്, ഒരു പുതുശക്തി പ്രാപിച്ച്, ഒരു പുതിയ നിറവ് പ്രാപിച്ച്, ഒരു പുതിയ ശക്തി പ്രാപിച്ച് മടങ്ങുവാൻ സഹായിക്കണമേ. ആദിയോടന്തം സാന്നിധ്യമുണ്ടാകണമേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ വിശുദ്ധിയോടെ പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെ കഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.